إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സഹോദരികളെ, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു നസീഹത്ത് ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം പങ്കുവെക്കാനാണ് നേരത്തെ ഉദ്ദേശിച്ചിരുന്നത്. മറ്റു ചില കാരണങ്ങളാൽ ആ വിഷയം അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് തൗബയെ സംബന്ധിച്ചാണ് ഞാൻ ഒരു ചെറിയ നസീഹത്ത് നിങ്ങളുടെ മുമ്പാകെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ സമയവുമായി വളരെയധികം ബന്ധപ്പെട്ട ഒരു കാര്യവും നമ്മളിൽ എല്ലാവരും, ഞാനും നിങ്ങളും, സഹോദരന്മാരും സഹോദരികളും എല്ലാവരും ഏറ്റവും അധികം നമുക്ക് ആവശ്യമുള്ളതുമായ ഒരു കാര്യം, ഈ സമയത്തിന്റെ താല്പര്യവും അതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൗബയുമായി ബന്ധപ്പെട്ട ഒരു നസീഹത്താണ് ഇപ്പോൾ ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യരായ നമ്മൾ എല്ലാവരും തെറ്റുകൾ ചെയ്തു പോകുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുന്നത് തന്നെ തെറ്റുകൾ ചെയ്യുന്നവനായിട്ടാണ്, ഒരു തെറ്റും ചെയ്യാത്തവനായിട്ടല്ല. മനുഷ്യവർഗത്തിന്റെ പിതാവായ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് സ്വർഗലോകത്ത് താമസിപ്പിച്ചു. ആ സ്വർഗലോകത്ത് വെച്ചുകൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ ധിക്കരിച്ചു എന്ന കാര്യം ഖുർആനിൽ തന്നെ അള്ളാഹു ഉണർത്തിയിട്ടുണ്ട്. വഅസാ ആദമു റബ്ബഹു ഫഗവ. അള്ളാഹു വിലക്കിയിട്ടുള്ള വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് ഭക്ഷിച്ചു എന്ന കാരണത്താൽ ആദം അലൈഹിസ്സലാം അള്ളാഹുവിനെ ധിക്കരിക്കുകയും അങ്ങനെ വഴിതെറ്റുകയും ചെയ്തു എന്ന് സൂറത്തു ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൊണ്ട് തന്നെ നമ്മോട് പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. കുല്ലു ബനി ആദം, മുഴുവൻ മനുഷ്യ മക്കളും, ആദമിന്റെ സന്തതികൾ എല്ലാവരും ഖത്താഉൻ, തെറ്റ് ചെയ്യുന്നവരാണ്.
വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. അപ്പോൾ മനുഷ്യരിൽ ആരാണ് ശ്രേഷ്ഠർ? എല്ലാവരും തെറ്റ് ചെയ്യുമെങ്കിൽ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, മനുഷ്യരിൽ തെറ്റ് ചെയ്യുന്നവരാണ് മനുഷ്യരെല്ലാവരും. ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ അതിൽ നിന്ന് ഉടനടി മടങ്ങുകയും തൗബ ചെയ്യുകയും ചെയ്യുന്നവരാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മിലേക്ക് തന്നെ മടങ്ങിയാൽ നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ ഒരു വഴിക്ക് വേറെയുണ്ട്, അറിവില്ലായ്മ കൊണ്ട്. മറ്റൊന്ന്, അറിയുമെങ്കിലും നമ്മുടെ അവിവേകം കൊണ്ട് നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ വേറെയുണ്ട്. ഇതൊന്നുമല്ല, നമ്മുടെ അശ്രദ്ധ കൊണ്ട് ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം അപ്രകാരം മോശമായി എന്നതിന്റെ പേരിൽ തെറ്റുകളിൽ നിരതമായി മൂടുറച്ചു പോകുന്ന വ്യക്തികൾ വേറെയുണ്ട്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ചിലത് പരസ്യമായി നമ്മൾ ചെയ്യുന്നതുണ്ട്, ചിലത് ആരുമറിയാതെ രഹസ്യമായി ചെയ്യുന്ന തെറ്റുകളുണ്ട്. ഇങ്ങനെ ധാരാളക്കണക്കിന് തെറ്റുകൾ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. ഇതിനുള്ള പരിഹാരം എന്താണ്? തെറ്റ് സംഭവിച്ചു പോകുന്നു. ഇനി സംഭവിച്ചു പോയ ഈ തെറ്റുകൾക്ക് എന്ത് പരിഹാരമാണ് നമുക്ക് ചെയ്യാനുള്ളത്? അതിന് ഒരുപാട് പരിഹാരങ്ങൾ, നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾക്ക് 10ഓളം പരിഹാരങ്ങൾ മഹാന്മാരായിരിക്കുന്ന ഇമാമിങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും നുസൂസുകൾ ഇസ്തിഖ്റാഅ് ചെയ്തുകൊണ്ട് പാപങ്ങൾ പരിഹരിക്കാനുള്ള 10 മാർഗങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് തൗബ. ഈ തൗബയെ സംബന്ധിച്ച് 3-4 കാര്യങ്ങൾ ചുരുക്കി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, തൗബ ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകളായ നമ്മെ ഉണർത്തുന്ന, നമ്മോട് ആവശ്യപ്പെടുന്ന അതിമനോഹരമായ ചില വചനങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ആ വചനങ്ങളെല്ലാം തന്നെ തെറ്റ് ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തോളം പ്രതീക്ഷ നൽകുന്നതും നിരാശയ്ക്ക് യാതൊരു വകയുമില്ല, നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ എന്ന് നമ്മെ പഠിപ്പിക്കുന്നതുമായ മനോഹരമായ വചനങ്ങളാണ്. അതിൽപ്പെട്ട ചില ഉദാഹരണങ്ങൾ എല്ലാം കൂടെ ഇസ്തിഖ്ഫാർ ചെയ്യാൻ, എല്ലാം അങ്ങനെ തൗബക്ക് വേണ്ടി അള്ളാഹു നമ്മോട് ആജ്ഞാപിക്കുന്ന, അള്ളാഹു നമ്മെ ഉപദേശിക്കുന്ന കാര്യങ്ങൾ, വചനങ്ങൾ മുഴുക്കെ ഈ മജ്‌ലിസിൽ നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ അശക്തനാണ്. അതിൽ നിന്നുള്ള ചില ഉദാഹരണങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്ത മനുഷ്യരെ ആശ്വസിപ്പിക്കുകയും ഇതിന് പരിഹാരമുണ്ട്, നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല, അതിനാൽ നിങ്ങൾ അതിന്റെ പരിഹാര മാർഗങ്ങളിൽ ഏറ്റവും പ്രഥമവും പ്രധാനപ്പെട്ടതുമായ തൗബയുടെ മാർഗത്തിലേക്ക്, വഴിയിലേക്ക് കടന്നു വരൂ എന്ന് പറയുന്ന മനോഹരമായ വചനങ്ങൾ, നബി വചനങ്ങളുണ്ട്. അതിൽ നിന്നുള്ള ചില ഉദാഹരണങ്ങളും നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. 3, നമ്മൾ തൗബ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തൗബ അല്ലാഹു സ്വീകരിക്കുന്ന തരത്തിലാകണമെങ്കിൽ എന്തെല്ലാം ശുറൂത്തുകളാണ്, നിബന്ധനകളാണ് നമ്മൾ പാലിച്ചിരിക്കേണ്ടത്, അതും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. 4, തൗബയുടെ ശുറൂത്തുകൾ പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്തഹല്ലുൽ മിനൽ മവാലിം. നമ്മൾ ചെയ്തു പോയ ദുൽമുകളിൽ നിന്ന് നമ്മൾ മോചിതരാകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട 3 വിശദീകരണങ്ങൾ, അതും നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. അതോടുകൂടി ഈ നസീഹത്ത് അവസാനിക്കുകയും ചെയ്യും. അഹ്ലുസുന്നത്തി വൽ ജമാഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്ത്, താബിഉകൾ, അവരെ പിന്തുടർന്നു വരുന്ന താബിഉ താബിഉകൾ,
പിന്നീട് വരുന്ന തലമുറകളിലുള്ള പിൽക്കാല തലമുറകളിലെ ഉദൂലുകളായ ഇമാമുകളും അതുപോലെ തന്നെ ഉലമാക്കളും അവർ സ്വീകരിച്ചു പോരുന്ന രീതികളിൽ വെറും ഒരു വഅ്ള് എന്ന് വെച്ചാൽ എല്ലാവർക്കും കേട്ടിരിക്കാൻ സുഖം തോന്നുന്ന, എല്ലാവരെയും സുഖിപ്പിക്കുന്ന, എല്ലാവരെയും അഭിരമിപ്പിക്കുന്ന ഒരു വഅ്ള് ബിമഅനൽ ഖസ്, ഖസ്വാസികൾ നടത്തുന്ന ഒരു ഖസ്, ആ അർത്ഥത്തിലുള്ള വഅ്ള് അഹ്ലുസുന്നത്തിന്റെ രീതിയല്ല. മറിച്ച് അഹ്ലുസുന്ന അവരുടെ ഉലമാക്കൾ അഹ്ലുസുന്നത്തിലെ അബ്നാഇകളെ വളർത്തിക്കൊണ്ടുവരുന്നത് അമലിയായ പ്രായോഗികമായ നടപടിക്രമങ്ങളിലാണ് അവരെ വളർത്തിക്കൊണ്ടുവരുന്നത്. അല്ല എങ്കിൽ ഖസ്വാസുകൾ നടത്തുന്ന പരാമർശങ്ങളാണെങ്കിൽ അതിൽ അധികവും ഹികായാത്ത് ലാ അസ്ല ലഹ, ഒരടിത്തറയും ദീനിലില്ലാത്ത കഥകളാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. അത് അഹ്ലുസുന്നത്തിന്റെ രീതിയല്ല. അല്ലെങ്കിൽ മൗദൂഅത്തായിരിക്കുന്നതോ ഏറ്റവും ചുരുങ്ങിയത് വാഹിയത്തായ ലഈഫത്തായ ദുർബലമായതോ ആയ ചില ഉദ്ധരണികൾ പറഞ്ഞാണ് അവർ ജനങ്ങളെ ഇങ്ങനെ സുഖിപ്പിച്ചിരുത്തുന്നത്. അതുമല്ല അഹ്ലുസുന്നത്തിന്റെ രീതി. മറിച്ച് ഒരു ജീവിക്കുന്ന മനുഷ്യന്റെ ശരിയായ ആവശ്യങ്ങൾ ദുനിയാവിലും പരലോകത്തിലും അവൻ സംസ്കൃതനായി ജീവിത സൗഭാഗ്യം നേടുന്നതിന് ആവശ്യമായ പ്രായോഗികമായ കാര്യങ്ങളാണ് അഹ്ലുസുന്നത്തിന്റെ ഇമാമുകൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ അർത്ഥത്തിലുള്ള ഉപദേശമേ ഉള്ളൂ. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യവും പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ തെളിയേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മെ പോലുള്ള അവന്റെ അടിയാറുകളെ വിളിച്ചുകൊണ്ട് പറയുന്നു, അല്ലയോ മനുഷ്യരെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. ഇത് വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചിട്ടുള്ളതാണ്. തൂബു ഇലല്ലാഹ്, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്ന കാര്യം ലഅല്ലകും തുഫ്ലിഹൂൻ, തൗബ ചെയ്താൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ മുഫ്ലിഹുകളായിത്തീരും. എന്താണ് ഒരാൾ മുഫ്ലിഹാകുക, ഫലാഹ് കൈവരിക്കുക എന്നതിന്റെ അർത്ഥം? ഫലാഹ് എന്നതിന്റെ വാക്കിന്റെ അർത്ഥം ഷഖ്ഖുൽ അർള്, ഭൂമിയിൽ ഇങ്ങനെ കീറി മുറിച്ചുകൊണ്ട് ഉഴുതുന്നതിനാണ് ഫലാഹ് എന്ന് അറബിയിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഒരു കർഷകന് ഫല്ലാഹ് എന്ന് അറബി ഭാഷയിൽ പറയുന്നത്. പക്ഷേ ശർഇന്റെ ഭാഷയിൽ ഫലാഹ് എന്ന് പറഞ്ഞാൽ അൽ ഫൗസു ബിൽ മർഹൂബ് വൻ നജാതു മിനൽ മർഹൂബ് ഫിൽ ആജിലി വൽ ആജിൽ. ഇതാണ് ഫലാഹിന്റെ അൽ ഫൗസു ബിൽ മർഹൂബ്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ സാധിക്കുക, നമ്മുടെ നല്ല ലക്ഷ്യങ്ങൾ സഫലീകരിക്കാൻ സാധിക്കുക. വന്നജാതു മിനൽ മർഹൂബ്, വന്നജാതു മിനൽ മർഹൂബ്, നമ്മൾ ഭയപ്പെടുന്ന ആശങ്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് രക്ഷ ലഭിക്കുക. അത് ഫിൽ ആജിലി വൽ ആജിൽ, ആജിൽ ഈ ഐഹിക ലോകത്തും അതുപോലെ തന്നെ നാളെ പരലോക ഭവനത്തിലും. ഇതിനാണ് ഫലാഹ് എന്ന് പറയുന്നത്. അപ്പൊ ഫലാഹ് നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ, നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാവൽ കിട്ടി രക്ഷ ലഭിക്കണമെങ്കിൽ, അങ്ങനെ ദുനിയാവിലും പരലോകത്തിലും ഈ അവസ്ഥ നിങ്ങൾക്ക് കൈവരണമെങ്കിൽ തൂബു ഇലല്ലാഹി ജമീഅൻ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്. ഇതിൽ ആരെയും ഒഴിച്ചു നിർത്തി
തെറ്റ് ചെയ്യുന്ന എല്ലാവരോടുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ നിരാശപ്പെടണ്ട, നിങ്ങൾ തൗബ ചെയ്യൂ. തൗബ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധിയാണ് നിങ്ങളുടെ നല്ല ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു തരും, ദുനിയാവിലും പരലോകത്തിലും. നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് കാവൽ നൽകും, ദുനിയാവിലും പരലോകത്തിലും. രണ്ടാമതായി, തൗബയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപികളായ അവന്റെ അടിയാറുകളെ വിളിക്കുന്ന മറ്റൊരു രീതി. തൗബ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്തു പോയിരിക്കുന്ന തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമാണ്, പരിഹാരമാണ്. തുകഫിറു സയ്യിആത്ത്, സയ്യിആത്തുകളെ, തിന്മകളെ അതെന്ത് ചെയ്യും? മൂടിക്കളയും, മറച്ചുകളയും, മായ്ച്ചുകളയും, ഇല്ലാതാക്കിക്കളയും. ആ പാപങ്ങൾ അത് ഇല്ലാതാക്കി പരിഹാരം ചെയ്തു തരാനുള്ള മാർഗമാണ് തൗബ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. അല്ലാഹു അക്ബർ. ഏതൊരു തെറ്റ് ചെയ്ത മനുഷ്യനും ഇതിനേക്കാൾ പ്രതീക്ഷ നൽകുന്ന, ഇതിനേക്കാൾ അവനെ മോഹിപ്പിക്കുന്ന മറ്റൊരു വചനം വേറെയില്ല. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിനെയല്ലാതെ മറ്റൊരു ഇലാഹിനെയും ഒരു ദൈവത്തെയും അവർ ആരാധന ചെയ്യില്ല. ولا يقتلون النفس التي حرم الله إلا بالحق, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത കൽപ്പിച്ച ഒരു ആത്മാവിനെയും അവർ ഹനിച്ചു കളയില്ല. ഹത്തായ അവകാശം, ഒരു മനുഷ്യരെ കൊല്ലാൻ ചില അവകാശങ്ങൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അവകാശം ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ആളുകൾ അവർക്ക് ചെയ്യാനല്ലാതെ മറ്റൊരാളും മറ്റൊരു മനുഷ്യാത്മാവിനെ ഹനിക്കില്ല. വലാ യസ്നൂൻ, വ്യഭിചരിക്കുകയും ചെയ്യില്ല. വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ, ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തു പോയാൽ, ഒന്ന് അൽ ഇശ്റാഖു ബില്ലാഹ്, രണ്ട് ഖത്ലുൻ നഫ്സ്, മനുഷ്യാത്മാവിനെ കൊന്നുകളയുക എന്നുള്ളത്, മൂന്നാമത്തേത് അസ്സിന, വ്യഭിചാരം എന്നുള്ളത്. ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ സമാനമായ കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ യൽഖ അസാമ, അതിന്റെ ഇസ്മ്, അതിന്റെ കുറ്റം അവൻ കണ്ടുമുട്ടേണ്ടി വരിക തന്നെ ചെയ്യും. അതിന് അല്ലാഹുവിന്റെ ശിക്ഷ അവൻ ഏറ്റുവാങ്ങേണ്ടി വരിക തന്നെ ചെയ്യും. എന്നിട്ട് പറയുന്നു, ഇത് ചെയ്ത ആളുകൾ, ഇങ്ങനെയുള്ളത് സംഭവിച്ചു പോയ ആളുകൾ, ഞാനങ്ങനെ സംഭവിച്ചു പോയി, ഇനി എന്റെ ജീവിതം പച്ച നഷ്ടപ്പെട്ടു എന്ന നിരാശ വേണോ? വേണ്ട, നിരാശ. തൗബ നടത്തുകയും അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും വഅമില അമലൻ സ്വാലിഹ, നല്ല അല്ലാഹു സ്വീകരിക്കുന്ന സ്വീകാര്യയോഗ്യമായ അമലുകൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ ഒഴികെ فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. അവരുടെ തിന്മകൾ അല്ലാഹു മാറ്റി നന്മകളാക്കി കൊടുക്കും. അല്ലാഹു എല്ലാം പൊറുക്കുന്നവനും അത്യധികം റഹ്മത്ത് ചെയ്യുന്നവനുമാണ്. നോക്കൂ സഹോദരന്മാരെ, അല്ലാഹു പാപികളായ ആളുകളെ അല്ലാഹുവിലേക്ക് തിരിച്ചു വിളിക്കുന്ന, തൗബയുടെ വാതിലിലൂടെ അവരിലേക്ക് തിരിച്ചു വിളിക്കുന്ന ആ വചനം എത്ര മനോഹരം. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പാപികൾക്ക് നൽകുന്ന വാഗ്ദാനം, അവർക്ക് തിരിച്ചു വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വാഗ്ദാനം നിങ്ങൾ നോക്കൂ. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുംറത്തിലായിരിക്കും. എന്താ സുംറ എന്ന് പറഞ്ഞാൽ?
എന്റെ സുമ്രത്ത് എന്ന് പറഞ്ഞാൽ ഹാസ്വത്തി, എന്റെ സ്വന്തക്കാരായ ആളുകൾ, അവർക്കാണ് സുമ്ര എന്ന്. തൗബ ചെയ്തു, തെറ്റ് ചെയ്തു എന്നുള്ളതല്ല, തെറ്റ് എല്ലാ മനുഷ്യരിൽ നിന്നും സംഭവിക്കും. തൗബ അതിന്റെ ശരിയായ വിധത്തിൽ തൗബ ചെയ്ത ഒരു മനുഷ്യനെ അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ സുമ്രത്തിൽ ഉൾപ്പെടുത്തും. അവർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകക്കാരിൽ ഇടം കിട്ടിക്കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ ഒരു വെളിച്ചവുമില്ലാത്ത മനുഷ്യർ വെളിച്ചം നഷ്ടപ്പെട്ട് ആകെ ഉഴലുന്ന സന്ദർഭത്തിൽ പൂർണ്ണമായ വെളിച്ചം അവർക്ക് ലഭിക്കുകയും ചെയ്യും. അവസാനം വരെ, സ്വർഗം വരെ ആ വെളിച്ചത്തിലുമായിരിക്കും. പിന്നെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും, അതിലവർ ശാശ്വതരുമായിരിക്കും. സൂറത്തു തഹ്രീമിൽ വളരെ മനോഹരമായി ഈ കാര്യം അല്ലാഹു നമ്മോട് ഉണർത്തിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ യൗമ ലാ യുഖ്സില്ലാഹു അൻ-നബിയ്യ വല്ലദീന ആമനൂ മഅഹു നൂറുഹും യസ്ആ ബൈന അയ്ദീഹിം വബിഅയ്മാനിഹിം യഖൂലൂന റബ്ബനാ അത്മിം ലനാ നൂറനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനീങ്ങളെ, തൂബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകണം. തെറ്റുകുറ്റങ്ങൾ വിട്ട് നിങ്ങൾ അത് പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് നിങ്ങൾ തിരിച്ചു പോവുക. അത് തൗബ ചെയ്യേണ്ടത് തൗബത്തൻ നസൂഹ, കളങ്കമൊന്നുമില്ലാത്ത, യാതൊരു വീഴ്ചയുമില്ലാത്ത ശരിയായ തൗബയിലൂടെ. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളിൽ നിന്ന് വന്നുപോയ സയ്യിആത്തുകൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അത് ഒഴിവാക്കി തരും, അത് മായ്ച്ചു തരും. വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന മനോഹരമായ സ്വർഗ്ഗത്തോപ്പുകളിൽ അല്ലാഹു നിങ്ങൾക്ക് പ്രവേശനം നൽകും എന്ന്. യൗമ ലാ യുഖ്സില്ലാഹു അൻ-നബിയ്യ വല്ലദീന ആമനൂ മഅഹു, ആ ദിവസം ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ആളുകളെയും ഒരിക്കലും അപമാനിക്കാത്ത ആ ദിവസത്തിൽ അവരുടെ കൂടെ മനോഹരമായി സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹു നിങ്ങൾക്ക് അവസരം നൽകും. നിങ്ങൾ തൗബ ചെയ്യുക. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഅയ്മാനിഹിം, അവർക്കുള്ള പ്രകാശം മുന്നിലും പിന്നിലുമാണ്, അന്യത്ര പ്രകാശത്തിലാണ്. യഖൂലൂന റബ്ബനാ അത്മിം ലനാ നൂറനാ, ഈ നൂറ് ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണം, ഈ വെളിച്ചം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണം എന്നവർ പറയുകയും ചെയ്യുന്നു. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാറ്റിനും കഴിവുറ്റവനാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ കൂടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി അവിടുത്തെ സുമ്രത്തിൽ ഹാസ്വത്തിൽ സ്വർഗത്തിലേക്ക് എത്താൻ, അത് നല്ല പൂർണ്ണമായ വെളിച്ചത്തിൽ മുന്നിലും പിന്നിലും അന്യത്ര ചുറ്റും വെളിച്ചത്തിൽ അങ്ങനെ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ, പാപങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവസരം കിട്ടുന്നതിന് വേണ്ടി യാ അയ്യുഹല്ലദീന ആമനൂ തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. ഇനിയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തൗബ ചെയ്തിട്ടുള്ള ആളുകളെ അങ്ങേ അറ്റത്തോളം പുകഴ്ത്തുക കൂടി ചെയ്യും. തെറ്റ് ചെയ്ത മനുഷ്യന്റെ കാര്യം പറയണത്, തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കല്ല, അതോടുകൂടി അവന് തിരിച്ചു വരാനുള്ള ഒരുപാട് മാർഗങ്ങൾ, 10 മാർഗങ്ങൾ അങ്ങ് തുറന്നിട്ട് കൊടുത്ത കൂട്ടത്തിൽ അതിപ്രധാനമായ മാർഗം തൗബയുടെ വഴി അങ്ങോട്ട് മുന്നിൽ വെച്ചിട്ട് അതിലൂടെ വരൂ, എങ്ങനെയെങ്കിലും നിങ്ങൾ തിരിച്ചു വരൂ, അങ്ങനെ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ഫലാഹുണ്ടായിരിക്കും. നിങ്ങൾ തിരിച്ചു വന്നാൽ, തൗബ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ ഒഴിവാക്കി തൽസ്ഥാനത്ത് നിങ്ങൾക്ക് നന്മ നൽകും. നിങ്ങൾ തിരിച്ചു വന്നാൽ റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ നിങ്ങൾക്ക് ആ വെള്ളി വെളിച്ചത്തിൽ സ്വർഗം വരെ പോകാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ, പാപമില്ലാത്തവരായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവസരം നൽകും എന്നല്ല തൗബ ചെയ്ത, പാപം ചെയ്തു എന്നിട്ട് തൗബ ചെയ്ത ആളുകൾ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിക്കും. എങ്ങനെ അവരെ പ്രശംസിക്കുന്നത്?
വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, അവർ ഒരു നീചവൃത്തി ചെയ്താൽ, അല്ലാഹു വിലക്കിയിട്ടുള്ള ഒരു നീചമായ പ്രവൃത്തി അവർ ചെയ്താൽ, അല്ലെങ്കിൽ അവരെ ഒരു ദുൽമ് ചെയ്താൽ, അന്യായം പ്രവർത്തിച്ചാൽ, ആ അന്യായം ഒന്നും പ്രവർത്തിക്കാത്ത ആളുകളുടെ കാര്യമല്ല മനുഷ്യരുടെ കാര്യം. മനുഷ്യർ ദുൽമ് ചെയ്യും, അന്യായം പ്രവർത്തിക്കും, തെറ്റുകൾ സംഭവിക്കും. സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതാണ് അല്ലാഹുവിനെ അവരോർക്കും. തെറ്റ് ചെയ്ത മനുഷ്യൻ ആ തെറ്റിൽ നിന്ന് വിരമിച്ച് കുറച്ച് കഴിയുമ്പോൾ അള്ളാഹനെ അവൻ ഓർക്കുന്നു. അയ്യോ, അത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെ ഓർക്കുന്നു. ഓർത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ തെറ്റുകൾ പുറത്തു തരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ ഇസ്തിഗ്ഫാർ നടത്തും. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് ഇസ്ലാത്ത് മുത്ലഖായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിൻ അബ്വാബി തൗബ, തൗബയുടെ ഇനത്തിൽപ്പെട്ടതാണ്. അങ്ങനെ തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ, ഫാഹിഷത്ത് ചെയ്ത ഒരു മനുഷ്യൻ, ഉൽമ ചെയ്ത ഒരു മനുഷ്യൻ അല്ലാഹനെ കുറിച്ച് ഓർക്കുകയും അവൻ അങ്ങനെ അല്ലാഹനെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ അല്ലാഹനോട് റബ്ബേ ഞാൻ ചെയ്തു പോയത് തെറ്റായല്ലോ, പൊറുക്കണേ എന്ന് ഇസ്തിഗ്ഫാർ നടത്തും. വമൻ യഗ്ഫിറുൽ ദുനൂബ ഇല്ലല്ലാഹ്, അങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അല്ലാതെ വേറെ ആരാണ് പാപങ്ങൾ പൊറുക്കുക? അവർ ചെയ്തു പോയ തെറ്റിൽ ഒരിക്കലും അവർ പിന്നീട് മൂടുറച്ച് നിൽക്കുകയുമില്ല. അതിൽ നിന്ന് അവർ ശരിക്കും വിരമിക്കും, ഒഴിവാക്കും. ഇനി അതിലേക്ക് പോകില്ല എന്ന തീരുമാനമെടുത്ത് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകൾ അവർക്കുള്ള പ്രതിഫലം ഉലൈക ജസാഉഹും, അവർക്കുള്ള പ്രതിഫലമായി അല്ലാഹു പറയുന്നത് ഒന്ന് മഗ്ഫിറ, അല്ലാഹു അവരുടെ തെറ്റുകളൊക്കെ അത് പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. പിന്നെ അതിന് ശേഷം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകും. സ്വർഗത്തിൽ പിന്നീട് അവർക്ക് ഖുലൂദ്, ശാശ്വതമായി താമസിക്കാനുള്ള അനുവാദം നൽകും. എന്നിട്ട് അല്ലാഹു ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വനിഅമ അജ്റുൽ ആമിലീൻ. അല്ലാഹു വനിഅമ അജ്റുൽ ആമിലീൻ. തൗബയാകുന്ന ഈ അമല് ചെയ്ത ആളുകൾക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന പ്രതിഫലം എത്ര നല്ലതാണ്. തെറ്റ് ചെയ്തൊരു മനുഷ്യൻ ആ തെറ്റ് ഉപേക്ഷിച്ച് അതിൽ നിന്ന് മടങ്ങി അതെന്നോട് പൊറുക്കണേ റബ്ബേ എന്ന് പറഞ്ഞു പിന്നീട് അല്ലാഹുവോട് ഇസ്തിഗ്ഫാറും തൗബയും നടത്തിക്കഴിഞ്ഞാൽ അത് തന്നെ നല്ല ഒരു ഇബാദത്ത്, അത് തന്നെ നല്ല ഒരു പ്രവർത്തനം. ആ അമലിനെയും ആ അമല് ചെയ്ത ആളുകളെയും ആ അമലിന് അള്ള നൽകാൻ പോകുന്ന പ്രതിഫലത്തെയും അള്ള ഇവിടെ ഉയർത്തി കാണിച്ചിരിക്കുന്നു, പ്രശംസിച്ചിരിക്കുന്നു. വനിഅമ അജ്റുൽ ആമിലീൻ. എന്താ പിന്നെ വേണ്ടത്? ഇനി നമുക്ക് എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, റഗമ അൻകു റജുൽ, ഒരു മനുഷ്യൻ അവൻ തുലയട്ടെ, നശിക്കട്ടെ എന്ന അർത്ഥത്തിൽ, അതൊരു ഫ്രൈസാണ്. എന്നിട്ട് പറഞ്ഞ് 2-3 കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന്, റമദാൻ മാസം അവന് സമാഗതമായി, റമദാൻ മാസം കഴിഞ്ഞുപോയി, എന്നിട്ട് ഫലം യുഗ്ഫർ ലഹ്, അവന്റെ പാപങ്ങളൊന്നും പൊറുക്കപ്പെട്ടില്ല. അങ്ങനെയുള്ള മനുഷ്യന് നാശം. നമ്മൾ റമദാൻ എണ്ണി വന്നു, 26 നോമ്പ് എത്തി. നമുക്ക് റമദാൻ കഴിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം, ഏതാനും ദിവസം മാത്രം ബാക്കിയുള്ളത്. നമ്മളിലേക്കൊന്ന് മടങ്ങിയിട്ട് ചിന്തിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാശമാവട്ടെ എന്ന് പറഞ്ഞ കൂട്ടത്തിലാണോ? അതല്ല, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ അത് എനിക്ക് പൊറുക്കപ്പെടാൻ ഞാൻ വേണ്ട പ്രായശ്ചിത്തങ്ങൾ, തൗബ, ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ടോ? സ്വന്തത്തോടൊന്ന് ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയുടെ വാതിൽ തുറന്നു വെച്ചിട്ട് വരൂ, ആ തൗബ തന്നെ അമൽ,
അത് നിങ്ങൾ ചെയ്തുവെങ്കിൽ നിങ്ങൾ ഏറ്റവും ഉത്തമർ. അതിന് നിങ്ങൾക്ക് തരാനിരിക്കുന്ന പ്രതിഫലമോ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ വെളിച്ചത്തിലങ്ങ് കയറിപ്പോയി ശാശ്വതമായി താമസിക്കാമെന്നുള്ളത് ഇതിലും വലിയ പ്രതിഫലം വേണോ? ഇത് ചോദിച്ചിട്ട് ഇനി അതിലേക്ക് പോകാൻ നമ്മളില്ലേ? ഖുർആനിലുള്ള വചനങ്ങൾ ഇനി ഇതുപോലുള്ളത് വേറെ കുറെ ഉണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്നുകിൽ തഹ്സീൽ ഇൽമ് അതിന്റെ ശരിയായ ചിട്ടവട്ടങ്ങളോടുകൂടി കരസ്ഥമാക്കിയ ഒരാളാണെങ്കിൽ ഒരു ത്വാലിബ് ഇൽമാകട്ടെ. ഇനി അതൊന്നും വേണ്ട. മുജറദിൽ മുജാലസ അഹ്ലുൽ ഇൽമുമായുള്ള വെറും സഹവാസവും അവരുടെ സദസ്സുകളിൽ വെറുതെ ഇരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുബല്ലിഗുൻ അൻ റബ്ബിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്ന് കാര്യങ്ങൾ നമുക്ക് കൺവേ ചെയ്തു തരുന്ന, എത്തിച്ചു തരുന്ന ആളാണ് എന്നത്. അവിടുന്ന് ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം സ്വന്തമായ ഒരു തീരുമാനം പറയുന്നതല്ല, മറിച്ച് അല്ലാഹു അറിയിച്ചതാണ് സംസാരിക്കുന്നത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടമനുസരിച്ച് സംസാരിക്കില്ല. അല്ലാഹു വഹയിലൂടെ അറിയിച്ചു കൊടുത്ത കാര്യം മാത്രമേ അവിടുന്ന് സംസാരിക്കൂ. ഇത് തലബത്തുൽ ഇൽമിന് ഉലമാക്കൾക്ക് പോകട്ടെ, തലബത്തുൽ ഇൽമിന് പോകട്ടെ, മുജാലസയുള്ള ആളുകൾക്ക് പോലും അവരുടെ അടുക്കൽ പോലും സ്ഥിരപ്പെട്ട അംഗീകരിക്കപ്പെടുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബയെക്കുറിച്ച് പറഞ്ഞ കുറച്ചുദാഹരണങ്ങൾ ഇതുപോലെ. ഖുർആനിൽ നിന്ന് ഞാൻ 4 എണ്ണമാണ് നിങ്ങളുടെ മുന്നിൽ എടുത്തു വെച്ചത്. അതുപോലെ 2, 3, 4 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിക്കും. 1, ഒരാൾ തൗബ ചെയ്താൽ, തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിൽ നിന്ന് മടങ്ങി അല്ലാഹുവേ എന്നോട് പുറത്തു തരണമേ എന്ന് പറഞ്ഞ് തൗബ ചെയ്യുന്ന ഒരു വ്യക്തി, അയാൾ മുതഅസ്സിൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി റസൂലുള്ളാഹിനെ അനുകരിക്കുന്നവനാണ്. വലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഏറ്റവും ഉദാത്തമായ മാതൃകയാണ്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ, അല്ലാഹുവിനെയും പരലോകത്തെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക്, വദക്കറല്ലാഹ കസീറ, ധാരാളമായി അല്ലാഹുവിനെ ഓർക്കുന്ന മുഅ്മിനീങ്ങൾക്ക് റസൂലുള്ളാഹിയിൽ വളരെ ഉദാത്തമായ വിശിഷ്ടമായ മാതൃകയുണ്ട്. റസൂലുള്ളാഹിനെയാണ് തൗബ ചെയ്യുന്ന ഒരാൾ മാതൃകയാണ്. തെറ്റ് ചെയ്തു പോയി, അതിൽ നിന്ന് തൗബ ചെയ്യുന്ന ഒരാൾ ഞാനൊരു അവശനാണ്, ഞാനൊരു മോശപ്പെട്ടവനാണ് എന്ന ഒരു കോംപ്ലക്സും അയാൾക്ക് പിടിപെടേണ്ടതില്ല. തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയാൽ ആ തെറ്റ് സംഭവിച്ചു പോയതിന്റെ പേരിൽ നമ്മൾ പച്ച അവശനാണ്, പച്ച പരവശനാണ്, വേണ്ടാത്തവനാണ്, 2ാം നമ്പറുകാരനാണ്, ആവശ്യമില്ല. നിങ്ങൾ തൗബ ചെയ്യുന്നുവെങ്കിൽ, നമ്മൾ തൗബ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ റസൂലുള്ളാഹിനെയാണ് തൗബ പിന്തുടരുന്നത്, അനുകരിക്കുന്നത്. റസൂലുള്ളാഹിന്റെ സുംറത്തിലാണ് എന്ന് പറഞ്ഞല്ലോ, അതേപോലെ റസൂലുള്ളാഹിനെയാണ് നമ്മൾ ഉസ്വത്താക്കുന്നത്. തൗബയുടെ കാര്യം, തൗബ അത്രയും ശ്രേഷ്ഠമായ കാര്യം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അല്ലയോ ജനങ്ങളെ, തൂബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുവീൻ. ഫഇന്നി അസ്തഗ്ഫിറു റബ്ബി കുല്ല യൗമിൻ അക്സറ മിൻ 70 മർറ. ഞാൻ എന്റെ റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നുണ്ട്, ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്, ഒരു ദിവസം 70-ലധികം തവണ. തെറ്റ് സംഭവിക്കുക, തെറ്റിൽ നിന്ന് പശ്ചാത്തപിക്കുക എന്ന് പറയുന്നത്, തെറ്റ് സംഭവിക്കുന്നത് മാനുഷികമാണ്. പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളത് അമ്പിയാക്കന്മാരും അവരുടെ സന്തത സഹചാരികളുടെയും മാർഗമാണ്. അതൊരു മോശപ്പെട്ട കാര്യമല്ല തൗബ ചെയ്യാന്നുള്ളത്.
തെറ്റിയാത്തവരായിട്ട് ആരുമില്ല. ആ ചെയ്തു പോയ ആളുകൾ അമ്പിയാക്കന്മാരുടെയും അവരുടെ ഹവാരികളുടെയും സഹവാസത്തിന് അർഹരാക്കുന്നത് ഈ തൗബ കൊണ്ടാണ്. തൗബ അവരെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഒരു ദിവസം അസ്തഗ്ഫിറു റബ്ബി 100 മറ. ബുഖാരി പറഞ്ഞത് 70-ലധികം എന്നാണ് ബുഖാരിന്റെ റിവായത്ത്. അതൊന്നുകൂടി വ്യക്തമാക്കി 100 തവണ ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. ആരാണ് ഈ ഇസ്തിഗ്ഫാർ, ഈ തൗബ ആരുടേതാണ്? ഖദ് ഗഫറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തബ്ശീർ ചെയ്തത്, താങ്കളിൽ നിന്ന് മുമ്പ് ഇതുവരെയുള്ള ജീവിതത്തിൽ കഴിഞ്ഞു പോയ വീഴ്ചകളുണ്ടെങ്കിൽ അതും, ഇനി ശിഷ്ടകാലത്ത് സംഭവിച്ചേക്കാൻ ഇടയുള്ള വല്ല വീഴ്ചകളും ഉണ്ടെങ്കിൽ അതും അഡ്വാൻസ് ആയിട്ട് താങ്കൾക്ക് നാം പുറത്തു തന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച, എന്ന് സന്തോഷമറിയിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം തന്നെ 70-ലധികം അല്ലെങ്കിൽ 100, 70-ലധികം എന്നാണ് 100 ഉദ്ദേശിക്കുന്നത്, 100 തവണ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. അതുകൊണ്ട് തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഇസ്തിഗ്ഫാർ നടത്തുന്ന ഒരു മനുഷ്യൻ, അയാൾ ഒന്നുകൊണ്ടും ഒരു കോംപ്ലക്സ് പിടിപെടേണ്ട, അയാൾ ഏറ്റവും ഉന്നതനായി അയാൾ റസൂലുള്ളാഹിയെയാണ് മാതൃകയാക്കി തീർക്കും. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല യബ്സുതു യദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൈ നീട്ടിപ്പിടിക്കുന്നു. ബസത്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഇതിനാണ് ബസ്, ഇതിന് കബല്, ഇതിന് ബസ്. അള്ളങ്ങനെ നീട്ടിപ്പിടിക്കുക. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കയ്യ് നീട്ടിപ്പിടിക്കുന്നു എന്നാ പറഞ്ഞത്. ഭാഷയിൽ ഖബള എന്ന് പറഞ്ഞാൽ ഇതും ബസത്ത എന്ന് പറഞ്ഞതാണ്, നിവർത്തിപ്പിടിക്കുക. എപ്പോൾ? രാത്രിയിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കയ്യ് നീട്ടിക്കൊടുക്കുന്നു. ആർക്ക് വേണ്ടി? ലിയതൂബ മുസീഉൻ നഹാർ. പകലിൽ തിന്മ ചെയ്തു പോയ ആളുകൾക്ക് തൗബ ചെയ്തു വരാൻ വേണ്ടി, അവരെ സ്വീകരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൈ നീട്ടിക്കൊടുക്കുകയാണ്. അത് പകലുടനീളവും. എന്തിനു വേണ്ടി? ലിയതൂബ മുസീഉൽ ലൈൽ. രാത്രിയിൽ തെറ്റുകൾ ചെയ്തു പോയിട്ടുള്ള അല്ലാഹുവിന്റെ അടിയാറുകൾ അവര് തൗബ ചെയ്തു മടങ്ങുന്നുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കാൻ വേണ്ടി. അല്ലാഹ് സദാ രാത്രിയിലും പകലിലും സദാ അവനിലേക്ക് മടങ്ങി വരുന്നവരെ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൈ നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. തെറ്റ് ചെയ്ത ആളുകൾ എന്തിന് ബേജാറുവാണ്? എന്തിനവര് വിഷമിക്കണം? തൗബയുടെ വാതിൽ മുന്നിലുണ്ടെങ്കിൽ ആ തൗബ കുറ്റമറ്റ രൂപത്തിൽ ചെയ്ത് അള്ളാന്റെ അടുക്കൽ അത് സ്വീകാര്യമാക്കി തീർക്കുക ഒറ്റ കാര്യത്തിലെ നമുക്ക് അസ്വസ്ഥത വേണ്ടു. അല്ലാതെ നമ്മുടെ മുന്നിൽ വഴിയടഞ്ഞിട്ടില്ല, നമ്മുടെ മുന്നിൽ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടിട്ടില്ല, നമുക്ക് വഴി നഷ്ടപ്പെട്ടിട്ടില്ല, നമുക്ക് ദിശയറിയാതെ നമ്മൾ ഉണരേണ്ട ഒരു കാര്യമുണ്ട്. അതുതന്നെ ഒന്നുകൂടി ഹദീസുൻ നുസൂലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. യൻസിലു റബ്ബുനാ തബാറക വതആല ഇല السماء الدنيا حين يبقى ثلث الليل الآخر. അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങുന്നു. അത് ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയെ 3 പകുത്താൽ അതിലെ അവസാനത്തെ ഭാഗം ആ സമയത്ത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, എന്നോട് ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ അവന് ചോദിക്കുന്നത് കൊടുക്കാം.
എന്നോട് ആരെങ്കിലും ദുആ ചെയ്യാനുണ്ടോ? ഞാൻ എന്റെ ദുആക്ക് ഉത്തരം ചെയ്യാം. അഖസ് ആമായി, ഖാസായി, പിന്നെ അഖസ്സായിട്ട് പറഞ്ഞു ഫഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ല. ആ ഹദീസിന്റെ അവസാനത്തെ അതാണ്. എന്റെ അടിയാറുകളിൽ ആരെങ്കിലും ഒരാൾ ഈ സമയത്ത് ചെയ്തു പോയ തെറ്റിൽ അനുദപിച്ച് പശ്ചാത്തപിച്ച് റബ്ബേ പൊറുക്കണേ എന്ന് പറയാൻ ഉണ്ടെങ്കിൽ ഞാൻ അവനത് പുറത്തു കൊടുക്കാം. അതിനാരെങ്കിലും ഉണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. തെറ്റ് ചെയ്ത ഒരാൾ അതേ ആവശ്യം അള്ളാന്റെ നുസൂലുണ്ടാകുന്ന ആ സന്ദർഭം, രാത്രിയെ തുല്യമായ 3 ഭാഗമായി വീതിച്ചു കഴിഞ്ഞാൽ അതിൽ അവസാനത്തെ ഭാഗം വരുന്ന ആ സമയത്ത് അള്ളാഹുവിന്റെ നുസൂലുണ്ടാകുന്നു. അള്ളാന്റെ നുസൂൽ അഖീദത്തു അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയിൽപ്പെട്ടതാണ്. അള്ളാഹു ഇറങ്ങും, ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങും. അത് ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ. കൈഫ യൻസിൽ, എങ്ങനെയാണ് ഇറക്കം? ഇല്ല, അത് നമ്മൾ ചർച്ച ചെയ്യില്ല. ചിന്തിക്കാനോ പറയാനോ ഭാവനയിൽ കൊണ്ടുവരാനോ നമ്മൾ ആളല്ല. കാരണം അള്ളാഹു നമുക്കത് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് മിൻ ഗൈരി തക്യീഫ് വമിൻ ഗൈരി തഅ്തീൽ വലാ തശ്ബീഹ് വലാ തംസീൽ വലാ തഅ്തീൽ, ഒന്നുമില്ലാതെ എങ്ങനെയാണോ ആ നഫ്സുൽ വന്നത്, നഫ്സുൽ വന്ന അതേ രൂപത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് അഖീദത്തു അഹ്ലുസുന്നത്തി വൽ ജമാഅ. അല്ലാഹു ഇറങ്ങും, അതേ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. അള്ളാന്റെ ഇറക്കിന്റെ രൂപം അത് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് നമ്മുടെ ബുദ്ധിക്കോട്ടില്ല താൻ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ, അള്ളാഹ് പറഞ്ഞു തന്നിട്ടില്ലാത്ത കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യൂല, ചോദിക്കൂല. സുലുസുൽ ലൈലുൽ ആഖിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാഉ ദുനിയയിലേക്ക്, ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങുന്നു. ആര് ചോദിച്ചാലും ഞാൻ അത് കൊടുക്കാം. ആര് ദുആ ചെയ്താലും അവന്റെ ദുആ ഞാൻ ഉത്തരം ചെയ്യാം. ആര് ഇസ്തിഗ്ഫാർ നടത്തിയാലും അവന്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാലും ഞാൻ അത് പുറത്തു കൊടുക്കാം എന്ന വാഗ്ദാനവുമായി അത് പറഞ്ഞിട്ടാണ് അല്ലാഹു ഇറങ്ങി വരുന്നത്. അതാണ് അല്ലാഹു ചോദിക്കുന്നത്. ഇനി അതിനപ്പുറം എന്താണ് വേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കും. അല്ലാഹു യൻസിൽ എന്ന് പറഞ്ഞതുപോലെ അല്ലാഹു യഫ്റഹ്, അല്ലാഹു സന്തോഷിക്കും. അള്ളാഹ്ക്ക് സന്തോഷം ഉണ്ടാവുക, അല്ലാഹു യസ്ഖത്ത്, അള്ളാഹ് കോപിക്കുക, ഇതൊക്കെ അല്ലാഹുവിന്റെ ഗുണവിശേഷങ്ങളാണ്. മിനസ് സിഫാത്തിൽ ഇലാഹിയ്യ അൽ ഫിഅലിയ്യ المتعلقة بمشيئته جل في علاه. ഇറങ്ങുക, കോപിക്കുക, സന്തോഷിക്കുക എന്നുള്ളതൊക്കെ നുസൂസിൽ സ്ഥിരപ്പെട്ട അള്ളാഹുവിന്റെ ഗുണങ്ങളാണ്. അത് എങ്ങനെ എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ കൈഫിയത്ത് ചോദിക്കാതെ, കൈഫിയത്ത് പറയാതെ ആ കാര്യം അതേ രൂപത്തിൽ നുമിർറുഹാ കമാ ജഅത് ബിലാ കൈഫ്, എങ്ങനെയാണോ നഫ്സുൽ അത് വന്നത് ആ രൂപത്തിൽ അതിനെ നമ്മൾ അംഗീകരിക്കും. അതിന്റെ കൈഫിയത്ത് അംഗീകരിക്കുക, കൈഫിയത്ത് ചർച്ച ചെയ്യാതെ, കൈഫിയത്തിലേക്ക് പോകാതെ. കൈഫിയത്ത് പറഞ്ഞു തന്നിട്ടില്ല, രൂപം പറഞ്ഞു തന്നിട്ടില്ല. ഏതാണെങ്കിലും അല്ലാഹ് സന്തോഷിക്കും. എപ്പോഴാണ് അല്ലാഹ് സന്തോഷിക്കുന്നത്? മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലാഹു അത്യധികം സന്തോഷിക്കുമെന്നുള്ളതാണ്. അല്ലാഹ് നമ്മുടെ കാര്യത്തിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്യാനെങ്കിലും നമ്മൾ തയ്യാറാവില്ലേ? അല്ലാഹു മനുഷ്യ നിന്റെ കാര്യത്തിൽ അല്ലാഹ് സന്തോഷിക്കും, അത്യധികം സന്തോഷിക്കും, അത്യധികം. എന്ത് ഞാൻ ചെയ്താലാണ് എന്റെ റബ്ബ് അത്യധികം സന്തുഷ്ടനായി തീരുക? ഒന്ന് പറഞ്ഞു തരൂ, എന്നാ ഞാനതൊന്ന് ചെയ്യട്ടെ എന്ന് പറയാത്ത ഒരു മുഅ്മിൻ ഉണ്ടാകുമോ? ഒരു മുസ്ലിം ഉണ്ടാകുമോ? ഇല്ല. ഏതു കാര്യത്തിലാണ് അല്ലാഹ് ഏറ്റവും അധികം സന്തോഷിക്കുന്നത്? അല്ലാഹുവിന്റെ വഴിതെറ്റിപ്പോയ ഒരു അടിയാൻ തൗബ ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം സന്തോഷിക്കുന്നത്. ആ സന്തോഷത്തിന്റെ ആധിക്യം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വലിയ ഒരു സംഭവം തന്നെ, ഒരു കാര്യം തന്നെ നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു. ഒരാൾ മരുഭൂമിയിലൂടെ യാത്ര പോകും. ആ യാത്രക്കിടയിൽ അദ്ദേഹത്തിന്റെ വാഹനം അദ്ദേഹത്തിൽ നിന്ന് ഫൻഫലതത് മിൻഹു റാഹിലതു വഅലൈഹാ തആമുഹു വശറാബു. മരുഭൂമി
ചുറ്റും അതിര് കാണാത്ത മരുഭൂമി, മണലാരണ്യം, അതിര് കാണാത്ത മണലാരണ്യം. ആ മണലാരണ്യത്തിലൂടെ അയാൾ ഇങ്ങനെ പോകുന്നു. ഒരു വാഹനപ്പുറത്ത് അങ്ങനെ ഒരു സമയത്ത് പെട്ടെന്ന് വാഹനം എന്ത് ചെയ്തു, അയാളുടെ അടുക്കൽ നിന്ന് അങ്ങ് ഓടി രക്ഷപ്പെട്ടതാണ്. എവിടെ നോക്കിയിട്ടും വാഹനത്തെ കാണാൻ. അയാൾക്ക് ദാഹത്തിന് കുടിക്കാനുള്ള വെള്ളം പോലും ആ വാഹനപ്പുറത്താണുള്ളത്, മൃഗത്തിന്റെ പുറത്താണുള്ളത്. അയാൾക്ക് വിശക്കുമ്പോൾ കഴിക്കാൻ കരുതി വെച്ച ഭക്ഷണം പോലും അതിന്റെ പുറത്താണുള്ളത്. ഒന്നും കൈവശമില്ല. ഇനി ഇവിടുന്ന് എവിടേക്കും നടന്ന് എത്താനും കഴിയില്ല. അങ്ങനെ അയാളുടെ വാഹനം തിരിച്ചു കിട്ടില്ല. ഈ മരുഭൂമിയിൽ മരണം അദ്ദേഹത്തിന് വരുന്നത് അദ്ദേഹത്തിന്റെ ശ്വാസം എണ്ണിക്കണക്കാക്കി കാത്തിരിക്കുകയല്ലാതെ മറ്റു നിവൃത്തിയില്ലാത്തൊരവസ്ഥ. ഇവിടുത്തേർക്ക് മരുഭൂമി പറയില്ല. കടലിലേക്ക് നിങ്ങളോട് പോയി, കടലിന്റെ നടുക്കപ്പെട്ടു, ആ ബോട്ടാണ് പോയി, നമ്മൾ കടലിൽ മാത്രം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ കരുതി എല്ലാ ബോട്ടാണ്, ആ ബോട്ടങ്ങ് മുങ്ങിപ്പോയി, നമ്മളതിന്റെ മുകളിൽ. എന്തായിരിക്കും അതിന്റെ സ്ഥിതി? ആ കടലിന്റെ ഉള്ളിൽ ഇനിയില്ല. ഇനിയിങ്ങനെ എത്ര ശ്വാസമാണ് ബാക്കി അള്ള കണക്കാക്കിയത്, അതെണ്ണി അങ്ങനെ അവസാനിക്കുക, വേറെ ഒരു ലക്ഷ്യം. അങ്ങനെ അയാൾ നിരാശനായി അവിടെ കിടന്നുറങ്ങുന്നു. അവിടെ കിടക്കുന്നു. അതിൽ അദ്ദേഹത്തിന് ഒരു മയക്കം വരുന്നു. അങ്ങനെ അദ്ദേഹം മയക്കത്തിൽ നിന്ന് പിന്നീട് ഇങ്ങനെ ഉണരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ വാഹനമത അദ്ദേഹത്തിന്റെ അടുക്കളിൽ നിന്നാണ് വന്നു. നിരാശപ്പെട്ടൊന്നങ്ങനെ മയങ്ങി കണ്ണിരുമ്പി തുറന്നു നോക്കുമ്പോ ആ വാഹനം. അപ്പൊ മനുഷ്യനുണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും? സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ ബാലൻസും നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം പറയുന്നു, അള്ളാഹുവേ നീ എന്റെ അടിയാനും ഞാൻ നിന്റെ ഉടമയുമാണ് എന്ന് പറയുന്നു. ശിദ്ധത്തിൽ പറയാം. സന്തോഷത്തിന്റെ അതിരേകം കൊണ്ട്, ആധിക്യം കൊണ്ട് അയാൾ വിചാരത്തിന്റെ നേരെ എതിരാ തൊള്ളേന്ന് വരുന്നത്. കുഫറിന്റെ വാക്കാണ്, പക്ഷെ അത് മനസ്സിലുള്ളത് അതല്ല. അതാ സന്തോഷം കൊണ്ട് ഒരാൾക്ക് അയാളുടെ സാധാരണ നിലക്കുള്ള ആ ബാലൻസ് നഷ്ടപ്പെടുമ്പോൾ വരുന്നൊരു കാര്യമാണ്. അങ്ങനെ പറയുന്ന ആ മനുഷ്യനുണ്ടല്ലോ, അയാളുടെ കഥ പറഞ്ഞിട്ട് റസൂലുള്ള പറയാണ്, ലല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബതി അബ്ദിഹി ഹീന യതൂബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അശദ്ദു ഫർഹൻ, ഈ പറഞ്ഞ വ്യക്തിയെക്കാളും സന്തുഷ്ടനാകുന്നു. എങ്ങനെയാണ് അള്ള സന്തോഷിക്കുന്നത്? എന്തുകൊണ്ടാണ്? തന്റെ അടിയാൻ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ, തൗബ ചെയ്യുമ്പോൾ ആ തൗബ കാരണത്താൽ അള്ളാഹു സന്തോഷിക്കും. ഏതിനേക്കാൾ? ഇയാളെക്കാൾ പറഞ്ഞിട്ട് പിന്നെ ഈ കഥ കൊണ്ട് വിശദീകരിക്കാൻ റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ട്. അപ്പൊ മനുഷ്യരെ, സഹോദരന്മാരെ, നമ്മുടെ അടുക്കൽ നിന്ന് തന്നുപോയിട്ടുള്ള ഒരു സംഗതി, വീഴ്ചകൾ അവനവനറിയാം. അവനവന്റെ കാര്യം എത്ര പൊടിയാണ് നമ്മുടെ കാര്യം എന്നുള്ളത് നമുക്ക് നന്നായിട്ടാണ്. പക്ഷെ ഒരു നിരാശയുണ്ട്. നമ്മളെ കൊണ്ട് അമ്മ ഏറ്റവും അധികം സന്തോഷിക്കുന്ന കാര്യം ഇതാണ്. ആ തിന്മ വെടിഞ്ഞ് നന്മയിലേക്ക് ഇങ്ങോട്ട് പോരി അതിന് പ്രായശ്ചിത്തം തൗബ ചെയ്താൽ അമ്മ അത്യധികം സന്തോഷിക്കും. അത്യധികം സന്തോഷിക്കും, അത്യധികം റഹ്മത്തും ചെയ്യും. ആ സന്തോഷത്തിന്റെ തുടർച്ച, ആ സന്തോഷിക്കുന്നത് കൊണ്ട് അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും എന്നിട്ട് അവന് റഹ്മത്ത് ചെയ്യുകയും ചെയ്യും. ആ റഹ്മത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് മഹാനായ അൽ ഖലീഫത്തുർ റാഷിദ് അസ്സാനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു സംഭവം മുഹദ്ദിസുകൾ അവരുടെ ദവാബീരിൽ കൊടുത്തിട്ടുള്ളത് ഇപ്രകാരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പാകെ യുദ്ധത്തിൽ ബന്ദികളായി പിടിക്കപ്പെട്ട കുറച്ചാളുകളെ ബന്ദികളെ ഹാജരാക്കപ്പെടുകയുണ്ട്. ആ ബന്ദികളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുണ്ട്. അവരുടെ മാറിടത്തിൽ മുലപ്പാല് തിങ്ങിയിട്ട് അവർ വിഷമിക്കുന്നുണ്ട്. അവർ മുലയൂട്ടുന്ന ഒരു കൈക്കുഞ്ഞുള്ള സ്ത്രീയാണ്. പക്ഷെ യുദ്ധത്തിനിടയിൽ അവരുടെ കുട്ടി അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ആ കുട്ടി നഷ്ടപ്പെട്ടു പോയ വേദന അതുണ്ട്. അതിന്റെ പുറമെയാണെങ്കിലോ പാല് തിങ്ങിയിട്ടുള്ള അസ്വസ്ഥതയുണ്ട്. അങ്ങനെ ആ
ആളുകളുടെ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഒരു കുട്ടിനെ കണ്ടാൽ ആ സ്ത്രീ ഓടിപ്പോയി ആ കുട്ടിനെ പിടിച്ചിട്ട് മാറോടെ ചേർത്തിട്ട് ആ കുട്ടിക്ക് മുലയൂട്ടാനും തുടങ്ങും. അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടിനെ, സ്വന്തം കുട്ടിയല്ല അത്, ഏതൊരു കുട്ടിനെ കണ്ടാലും ആ കുട്ടി കാണുന്ന കുട്ടിയൊക്കെ തന്റെ കുട്ടിയാണ്. അപ്പ ആ സ്ത്രീക്ക് ആ കുട്ടിനെ വാരിപ്പുണർന്ന് മാറോടി ചേർത്ത് പിടിച്ച് എന്നിട്ട് മുരക്കന്ന് അതിന്റെ വായിൽ വെച്ച് മുലയൂട്ടുന്ന ആ സ്ത്രീയെ കണ്ടപ്പോൾ റസൂലുള്ളാഹി പഠിപ്പിക്കൽ അങ്ങനെ ഏതൊരു സംഭവം നടക്കുമ്പോഴും അതിൽ നിന്ന് ഒരു ഇൽമ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പറഞ്ഞു തരാതെ പോയിട്ടില്ല. അത് കണ്ടപ്പോ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി ഉടനെ സഹാബികളോട് ചോദിച്ചു, ആ സ്ത്രീയെ നിങ്ങൾ കാണുന്നില്ല? ആ കാണുന്നു. എന്ത് പറയുന്നു നിങ്ങൾ? അതറൗന ഹാദിഹി ഖാരിഹതൻ വലദഹ ഫിന്നാർ. ഈ സ്ത്രീ അവളുടെ കുഞ്ഞിനെ തീകുണ്ടത്തിലെറിയും എന്ന് നിങ്ങൾ കരുതുന്നുവോ? സഹാബികൾ എല്ലാവരും ഒറ്റടിക്ക് പറഞ്ഞു, ഇല്ല നബിയെ, ഒരിക്കലും അവൾക്ക് അവളുടെ കുഞ്ഞിനെ തീയിലെറിയാൻ കഴിയില്ല എന്ന് ഞങ്ങൾ കരുതുന്നുള്ളൂ. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഈ സ്ത്രീക്ക് എറിയാൻ കഴിയില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവന്റെ അടിയാനെ നരകത്തിലെറിയില്ല. നരകത്തിലെറിയാൻ അത്രയും ഇഷ്ടപ്പെടാത്തവനാണ് അല്ലാഹ്, അത്രയധികം കരുണ ചെയ്യുന്നവനാണ്. അർഹമു ലല്ലാഹു അർഹമു ബിഅബ്ദിഹി മിൻ ഹാദിഹി ബിവലദിഹ. അതാ റസൂലുള്ളാഹിന്റെ വാക്ക്. ഈ സ്ത്രീ അവളുടെ കുഞ്ഞിനോട് എത്ര റഹ്മത്ത് ചെയ്യുന്നുണ്ടോ അതിനേക്കാളും എത്രയോ 10 മടങ്ങ് റഹ്മത്ത് കാണിക്കുന്നവനാണ് അള്ളാന്റെ അടിമകളോട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വകുപ്പ് കൊടുത്തിട്ട്, എന്തെങ്കിലും ഒരു ചാൻസ് കൊടുത്തിട്ട് തീയിലെറിയാതെ നരകകുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് അള്ളാഹ് അവന്റെ അടിയാറുകളെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ചാൻസ് നമ്മൾ ഉപയോഗിക്കും. എന്തെങ്കിലും ഒരു വകുപ്പ് വെച്ചിട്ട് നരകത്തിൽ നിന്ന് ഈ ശരീരത്തെ, ഈ മുഖത്തെ, ഈ ശരീരത്തെ, ഈ ആത്മാവിനെ രക്ഷിക്കാനുള്ള നടപടി നമ്മൾക്ക് ഏത് തെറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മരിച്ചു പോകുന്നത് ഏതവസ്ഥയിലാണ് എന്നതാണ് ഏറ്റവും പ്രസക്തമായി. ഒരാൾ ശിർക്ക് ചെയ്തു, അയാളോട് ശരിയായ തൗബ ചെയ്താൽ അല്ലാഹ് പൊറുക്കില്ല എന്ന് പറയാൻ പറ്റും. മരിച്ചു പോകുന്നത് മുവഹിദായിട്ടാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അയാൾ സ്വർഗത്തിലായിരിക്കും. അതിനിടക്ക് എന്തെങ്കിലും ശിക്ഷകളൊക്കെ അള്ളാഹ് പൊറുക്കാത്ത മറ്റു തെറ്റുകൾക്കുള്ള ശിക്ഷകളുണ്ടെങ്കിലും അവസാനം അയാൾ സ്വർഗത്തിൽ വരും എന്ന കാര്യം ഉറപ്പാണ്. തൗഹീദിലാണ് മരിച്ചത്. മരിച്ചു പോകുമ്പോ ശിർക്കിലാണെങ്കിൽ, തൗബ ചെയ്യാതെ ശിർക്കിലാണ് മരിച്ചു പോയതെങ്കിൽ അയാൾ നരകത്തിൽ നിന്ന് കേറില്ല. അതിന്റെ പ്രശ്നം പലതാണ്. ഒന്ന്, ആ ചെയ്ത തെറ്റ് ശിർക്കിൽ അയാൾ മരിച്ചു എന്ന കാരണത്താൽ ആ ശിർക്ക് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അത് ശിർക്കുൻ അക്ബർ ഇതിൽപ്പെട്ടതാണ്. അത് ബിത്തിഫാഖ്. ശിർക്കുൻ അസ്ഗറോ അതും ഈ ഇനത്തിൽ തന്നെ പെട്ടതാണ് ബിഖ്തിലാഫ്. വലാകിന്നൽ മുഹദ്ദിസുകൾ പറയുന്നത് ശിർക്കുൻ അസ്ഗറും അല്ലാഹു പൊറുക്കില്ല. വേറൊരു ചർച്ച ഞാൻ സൂചിപ്പിച്ചൊക്കെ പോയിരുന്നു. അങ്ങനെ തൗബ ചെയ്യാതെ ശിർക്കിലായിരിക്കെ ഒരാൾ മരിച്ചാൽ ആ ശിർക്ക് അല്ലാഹു പൊറുക്കില്ല. ഒന്ന്. രണ്ട്, ആ ശിർക്ക് കാരണത്താൽ അയാൾ മരിച്ചു പോയത് ശിർക്കിലാണെങ്കിൽ ആ ശിർക്ക് കാരണത്താൽ وَلَقَدْ أُوحِيَ إِلَيْكَ وَإِلَى الَّذِينَ مِنْ قَبْلِكَ لَئِنْ أَشْرَكْتَ لَيَحْبَطَنَّ عَمَلُكَ وَلَتَكُونَنَّ مِنَ الْخَاسِرِينَ. നബിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകിയ കാര്യമാണ്. ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലു, ആ പ്രവർത്തനം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, മറ്റെല്ലാ സൽക്കർമ്മങ്ങളും അതോടുകൂടി അസാധുവായി പോയി, പാഴായിപ്പോയി. വലതകൂനന്ന മിനൽ ഖാസിരീൻ, പരലോകം അമ്പ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ, നിത്യമായി നരകത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടും. അപ്പൊ മറ്റ് പ്രവർത്തനങ്ങളെ കൂടെ അത് ബാധിക്കും, അതും കൂടി നിഷ്ഫലമാണ്. മൂന്ന്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്,
ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നിഷിദ്ധമാക്കും. ആ ശിർക്ക് പൊറുക്കൂല, മറ്റ് നന്മകളെ കൂടെ നിഷ്ഫലമാക്കും. സ്വർഗം അല്ലാഹു അയാൾക്ക് നിഷിദ്ധമാക്കും. നാലാമത്തേത് അയാൾ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. അയാൾക്ക് ചെല്ലാനുള്ള അഭയകേന്ദ്രം നരകമായിരിക്കും. നരകത്തിലായിരിക്കും എന്നുള്ള നാലാമത്തെ ആ വിഷയം മാത്രമല്ല, ഖാലിദീന ഫീഹാ അബദാ, അവരാ നരകത്തിൽ ശാശ്വതരുമായിരിക്കും. ഇതിനപ്പുറം വേറൊരവസ്ഥ, പരാജയത്തിന്റെ മറ്റൊരവസ്ഥ വേറെ, അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ അവസ്ഥ. അങ്ങനെയുള്ള ശിർക്ക് അയാത്തിൽ നിന്ന് ഒരാൾ തൗബ ചെയ്താൽ, മരിക്കണതിന്റെ മുമ്പ് തൗബ ചെയ്താൽ തൗബ സ്വീകരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. തൗബ സ്വീകരിക്കും. ആ തൗബ സ്വീകരിക്കാനുള്ള ശുറൂത്തുകൾ പൂർത്തീകരിച്ച് തൗബ ചെയ്താൽ അത് സ്വീകരിക്കും എന്നതിന്റെ രണ്ട് തെളിവുകൾ. ഒന്ന്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വഹുവ ഹബ്റു ഹാദിഹിൽ ഉമ്മ വതർജുമാനുൽ ഖുർആൻ, അദ്ദേഹത്തിൽ നിന്നുള്ള റിവായത്ത് ബുഖാരിയിലും മുസ്ലിമിലുമൊക്കെ. മറ്റൊന്ന്, അസ്ഹഹു ഫുഖഹാഇ സ്വഹാബത്തി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നിന്നുള്ള റിവായത്ത്. രണ്ടും പദങ്ങളിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും അതിന്റെ ഫഹ്വ, അതിന്റെ മഅന ഒന്ന് തന്നെയാകയാൽ അത് ഞാൻ ചുരുക്കി പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഇന്ന ഉനാസം മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽപ്പെട്ട കുറച്ചാളുകൾ അത്തൗ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, മുഹമ്മദേ, നീ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എത്ര നല്ലതാണ്, നീ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എത്ര നല്ലതാണ്. ഒരു മനുഷ്യന് പ്രതീക്ഷ നൽകുന്ന, നിരാശയുടെ ആഴക്കടലിൽ നിന്ന് അയാളെ കൈപിടിച്ച് കൊണ്ടുവന്നിട്ട് പ്രതീക്ഷ നൽകുന്ന, ഒരു മനുഷ്യനെ ജീവിപ്പിക്കുന്ന, ഒരു മനുഷ്യനെ നാശത്തിൽ നിന്ന് നന്മയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യമാണ് താങ്കൾ പറയുന്നത്. അത് എത്ര നല്ലതാണ്. പക്ഷെ ഞങ്ങൾക്കൊരു കെടുതിയുണ്ട്. ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തു. ഖതൽന ഫഅക്സർന, പറഞ്ഞു ആദ്യം അവർ ശിർക്ക് ചെയ്ത, ആ ശിർക്കിന്റെ പുറമെ ഞങ്ങൾ വധിച്ചു. മുസ്ലിമീങ്ങളായ ആൾക്കാരെ അല്ലാത്തവരും ഞങ്ങൾ വധിച്ചു. അങ്ങനെ ധാരാളം പേരെ ഞങ്ങൾ വധിച്ചു പോയി. അതുപോലെ തന്നെ ഞങ്ങൾ ദിന ചെയ്തു, വ്യഭിചരിച്ചു. അത് എത്ര കയ്യും കണക്കില്ല, അത്ര അധികം വ്യഭിചരിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഇത്ര ഈ ശിർക്കും അതിന്റെ പുറമെ ഇതുമൊക്കെ ചെയ്തു പോയ ഞങ്ങൾക്ക് ഇനി വല്ല പോംവഴിയുണ്ടോ, വല്ല സബീൽ, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചു. ചോദിച്ചപ്പോൾ فأنزل الله تبارك وتعالى والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. ആദ്യം ഈ ആയത്തിന്റെ അർത്ഥം ഞാൻ നിങ്ങളെ നേരത്തെ തന്നെ കേൾപ്പിച്ചു. ഒന്നും കൂടെ മുദാക്കറ നടത്താം. ശരിയായ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ, മുഅ്മിനീങ്ങളാണെങ്കിൽ ലാ യദ്ഉന മഅല്ലാഹി ഇലാഹൻ ആഖർ, അത് പറഞ്ഞു വരുന്നത് മുഅ്മിനീങ്ങളുടെ ഔസാഫ് പറയുന്ന ആ കൂട്ടത്തിൽ തന്നെയാണ് ഈ ആയത്തിറങ്ങുന്നത്. വലാ യഖ്തുലൂന നഫ്സ്, അവർ മനുഷ്യാത്മാവിനെ ഒരിക്കലും കൊല ചെയ്യില്ല. വലാ യസ്നൂൻ, അവർ അബദ്ധസഞ്ചാരത്തിൽ അകപ്പെടില്ല, അവർ വ്യഭിചരിക്കില്ല. വമൻ യഫ്അൽ ദാലിക യൽഖാ അസാമ, ഇത്തരം ദുഷ്ചെയ്തികൾ ഒരാൾ ചെയ്താൽ അതിന്റെ തെറ്റ്, അതിന്റെ കുറ്റം അയാൾ ഏറ്റുവാങ്ങേണ്ടി വരും. ളഅഅഫ ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാന, അവന് ശിക്ഷ ഇരട്ടിപ്പിച്ചു കൊടുക്കും. വയഖ്ലുദു ഫീഹി മുഹാന, അതിൽ വളരെ നിന്ദനായിട്ട് അവൻ ആ ശിർക്കൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരതിൽ ഖാലിദീകളുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇല്ലാ മൻ താബ, ഈ കാര്യങ്ങൾ ശിർക്ക് ചെയ്തു. പിന്നെ ഖതൽനാ ഫഅക്സർ, സനൈനാ ഫഅക്സർ, കൊന്നു, ധാരാളം പേരെ കൊന്നു, വിചരിച്ചു, കയ്യു നടക്കില്ലാതെ വിചരിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇല്ലാ മൻ താബ
وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. തൗബ ചെയ്തു, അവർ അല്ലാഹുവിലുള്ള ഈമാൻ രേഖപ്പെടുത്തി, അവര് പിന്നെ നല്ല പ്രവർത്തനങ്ങൾ അവർ അനുഷ്ഠിക്കുകയും ചെയ്താൽ ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകൾ അല്ലാഹു മാറ്റി ഹസനാത്തുകളാക്കി കൊടുക്കും. വകാനല്ലാഹു ഗഫൂറൻ റഹീം. എന്നിട്ടും അള്ളാഹ് ഒരായത്തും കൂടി ആക്കി ഇല്ല, പോരാ. ഇവര് വന്ന് ആ വരവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഘോഷിക്കുകയാണ്, അള്ളാഹ് സന്തോഷിക്കുകയാണ് എന്ന അർത്ഥത്തിലാണ് ഞാൻ ആ പറഞ്ഞത്. കാരണം അള്ളാഹു സന്തോഷിക്കുന്നു ബിതൗബത്തി അബ്ദിഹി ഹീന യഫ്റഹു. ആ തൗബ ചെയ്യുന്ന നേരത്തെ അള്ളാഹ് വളരെയധികം സന്തോഷിക്കും. ആ സന്തോഷത്തിന്റെ പ്രകടനമായി അള്ളാഹ് ഒരായത്തും കൂടി ആക്കിക്കൊടുക്കും. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുൽ നബിയെ ആ ആൾക്കാരോട് പറഞ്ഞു, യാ ഇബാദി, യാ ഇബാദി, എന്റെ അടിയാറുകളെ. ആ വിളിയെന്നെ നിങ്ങൾ നോക്കൂ. അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, കയ്യും കണക്കുമില്ലാതെ അതിരുവിട്ട് തെറ്റ് ചെയ്തു പോയിട്ടുള്ള ആളുകൾ. ശിർക്കുണ്ട്, വലിയ ശിർക്ക്. പുറമെ വധം, അത് ഇസ്രാഫ് കുറച്ചൊന്നുമല്ല, ഒരാളിന്റെ എന്തായാലൊന്നുമല്ല, ഇതിനാവോ 8, 10, 100 ഒന്നുമല്ല. അങ്ങനെ ചെയ്ത അതിര് വിട്ട് തെറ്റ് ചെയ്തിട്ടുള്ള എന്റെ അടിയാറുകളോട് പറഞ്ഞേക്കൂ, അള്ളാന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ടത്. അള്ളാന്റെ കാരുണ്യത്തിന്റെ അളവ് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് നിരാശപ്പെടേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവനെല്ലാം പൊറുക്കുന്നവനും അത്യധികം റഹ്മത്ത് ചെയ്യുന്നവനുമാണ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗബയിലേക്ക് നമ്മളെ വിളിച്ചിട്ടുള്ള വചനങ്ങൾ മനോഹരമായിട്ടുള്ള അതിന്റെ സൂറത്തും കുസുർ ജിദ്ദൻ, 1, 2, 8, 10 അല്ല. അതങ്ങനെ പറഞ്ഞു പോയാൽ നോക്കുന്നത് വരെയേറെ. പക്ഷെ അതിനുള്ളൊരു താക്കത്ത് അല്ലാഹ് എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ആ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് അടുത്തതിലേക്ക് പ്രവേശിക്കും. ഇതാണ് കാര്യമെങ്കിൽ, അള്ളാഹ് ഇത്രയും നമ്മെ അതിലേക്ക് ക്ഷണിക്കുന്നുവെങ്കിൽ, ഈ വാതിലിലൂടെ തിരിച്ചു വരാൻ വിളിക്കുന്നുവെങ്കിൽ, റസൂലുള്ളാഹി വിളിക്കുന്നു, നമുക്ക് തൗബ. നമ്മൾ തെറ്റ് ചെയ്തവരാണ്. ആ തൗബ തൗബത്തുൻ നസൂഹ്, കളങ്കമില്ലാത്ത ഏറ്റവും അന്യൂനമായ പരിശുദ്ധമായ ശരിയായ തൗബയായിരിക്കണം. ഇങ്ങനെയാണ് ശരിയായ ഒരു തൗബ നമ്മൾ നടന്നത്. അതിന്റെ ഷർത്തുകൾ എന്താ? شروط التوبة 7 باستقراء نصوص الكتاب والسنة. ഖുർആനിലെയും ഹദീസിലെയും പ്രമാണവാക്യങ്ങൾ വിശകലനം ചെയ്തതിൽ നിന്ന് അയിമ്മത്ത് നമുക്ക് എണ്ണിത്തന്നിരിക്കുന്നത്, ഒരു തൗബ നസൂഹാകണമെങ്കിൽ, മഖ്ബൂലാകണമെങ്കിൽ 7 ഷർത്തുകൾ ഉണ്ട്. ആ 7 ഷർത്തുകൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. 7 ഷർത്തുകൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അത് ഏതൊക്കെയാണ്? 1, അൽ ഇസ്ലാം. പലപ്പോഴും നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും. ഇത്തവണ കേട്ട് മറക്കാനല്ല ഞാൻ പറഞ്ഞു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഞാൻ ഖത്വാസികളിൽപ്പെട്ട ആളല്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അലാ സബീലിൽ ഖസ്സ് വൽ വഅദ്, ഖസ്സിന്റെ ആ കാഥികന്മാർ അവരാൾക്കാരെ ലഭിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഇനത്തിൽ പറഞ്ഞതുമാണ്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഅലിയായ അമലിയായ കാര്യം ഈ രൂപത്തിൽ ചെയ്ത് ശീലിക്കാൻ വേണ്ടി. അപ്പൊ ശരിക്കും ചെയ്യാൻ വേണ്ടി അതിൽ നിങ്ങൾക്ക് തമഉണ്ടാക്കാൻ നിങ്ങളുടെ ഹിമമുകൾ, ഈമാനും ബസീറത്തുമുള്ള ആളുകളുടെ ഹിമമ് അത് കൊണ്ടുവരാനാണ് ഞാൻ അള്ളാഹ് ഇതിലേക്ക് നമ്മെ ക്ഷണിച്ച, റസൂലുള്ളാഹി നമ്മെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുള്ള സൂറകൾ, അതിന്റെ രൂപങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു. ഇത് തൗബ ചെയ്യുമ്പോൾ ഷർത്ത് തൗബ ചെയ്യും. ആദ്യം വേണ്ടത് അത്തൗബത്തു ലിൽ ഫാസിഖിൽ മില്ലി,
തൗബ ഒരു ഫാസിഖ് മില്ലി, ഈ മതത്തിലുള്ള ദീനിലുള്ള ഒരാൾക്കാണ് തൗബ. അല്ലാതെ മുസ്ലിം അല്ലാത്ത ഒരാൾ, ഇസ്ലാം എന്നുള്ളത് അതിന്റെ ശബ്ദപ്പെട്ടതാണ്, ഇസ്ലാം അല്ലാത്ത ഒരാൾ തൗബ ചെയ്താൽ ആ തൗബ സ്വീകരിക്കപ്പെടും. ഇപ്പൊ നേരത്തെ വന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ച ആളുകൾ, ഞങ്ങൾ ശിർക്ക് തന്നെ ചെയ്യും, പക്ഷെ ബാക്കി എല്ലാ തെറ്റും ഞങ്ങൾ തൗബ ചെയ്യാം, പൊറുക്കലിനെ തേടാം എന്ന് പറഞ്ഞാൽ പൊറുക്കോ? ഒരാൾ ശിർക്ക് കുഫ്റല്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും ശരിയായ നിലക്ക് തൗബ ചെയ്തു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് ചെയ്തു, എന്നാൽ അയാളുടെ സ്ഥിതി എന്താണ്? ഇല്ല, സ്വീകരിക്കുകയില്ല. പലരും ചെയ്തിട്ടുള്ള നന്മകൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച കാര്യം, ലൗ കാന യുവഹ്ഹിദുല്ലാഹ്, അയാൾ അള്ളാഹുവിന്റെ തൗഹീദ് അംഗീകരിച്ചിട്ടുള്ള ആളായിരുന്നുവെങ്കിൽ. അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ ജാഹിലിയ്യത്തിൽ ചെയ്തിട്ടുള്ള ഒരുപാട് നന്മകൾ എന്താകുന്ന ആയിഷ ബീവി ചോദിച്ചപ്പോൾ ഒരു ദിവസമെങ്കിലും അയാൾ അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹിനോട് റബ്ബി ഗ്ഫിർലി ഖത്തിയത്തി യൗമദ്ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. വമിസ്ദാഖുഹു മിൻ കിതാബില്ലാഹി ജല്ല വഅലാ വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. ശിർക്ക് കുഫ്ർ ഉള്ള ഒരു മനുഷ്യൻ അയാൾ തൗബയോ അല്ലെങ്കിൽ അല്ലാത്തതോ ആയ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്താലും ഖിയാമത്ത് നാളിൽ അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്കങ്ങോട്ട് ഹിസാബിന്റെ വേളയിൽ മുന്നിട്ട് വരുന്നതോടുകൂടി ഫജഅൽനാഹു ഹബഅൻ മൻസൂറാ, അതിന്റെ ഒരു വില ഉണ്ടാവില്ല, അതിനെ ഹബഅൻ മൻസൂറാവും, കാറ്റിൽ പറക്കുന്ന ധൂളിയാക്കി തീർക്കും, അത് സ്വീകരിക്കപ്പെടില്ല. അതുകൊണ്ട് ആദ്യത്തെ ഷർത്ത്, ഒരു കാഫിറായ ഒരാൾ അയാൾ കുഫ്ർ ശിർക്ക് ഉപേക്ഷിച്ച് ഇസ്ലാം ഉണ്ടാകണം, എന്നിട്ടാണ് മറ്റീത് ഒഴിവാകണം. കുഫ്ർ ശിർക്ക് ഉപേക്ഷിക്കാതെ മറ്റ് തെറ്റുകളിൽ നിന്ന് ഒരാൾ തൗബ ചെയ്താൽ ആ തൗബ ലം തകുൻ മഖ്ബൂല, അത് സ്വീകാര്യമല്ല. തൗബന്റെ ഷർത്തിൽപ്പെട്ടതാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ പറയും അത്തൗബത്തു ലിൽ ഫാസിഖിൽ മില്ലി, ഇല്ലത്തിനകത്തുള്ള ഫാസിഖിനാകുന്നു തൗബ. അപ്പൊ ഒന്നാമത്തേതായി ഓരോന്നും പറയുമ്പോ പഴയതിങ്ങനെ ആവർത്തിച്ചു പോലെ നിങ്ങളുടെ മനസ്സിലാകുവാണ്. 2, ഒരാൾ തൗബ മുസ്ലിം ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, അയാൾ ചെയ്തു പോയിരിക്കുന്ന തെറ്റിൽ അയാൾക്ക് നദമ് വേണം, ശരിയായ ഖേദം വേണം. ശരിക്ക് ഒരു തെറ്റ് ചെയ്തു പോയാൽ അത് ഞാൻ സംഭവിച്ചു പോയല്ലോ, ഇനി അള്ളാന്റെ അടുക്കൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്നതിനെ സംബന്ധിച്ചുള്ള പേടിയും അതിൽ അങ്ങേയറ്റത്തെ അനുതാപവും വേണം. അതിനാണ് നദമ് എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സ് തട്ടാതെ വെറും വാക്കിൽ നടക്കുന്ന ഒരു തൗബയായിരിക്കില്ല. മനസ്സിൽ തട്ടി ചെയ്തു പോയതിൽ അങ്ങേയറ്റത്തെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി, ദുഃഖമുണ്ടാകണം, രേഖപ്പെടുത്തൽ പോകട്ടെ, ദുഃഖം ശരിക്കു വേണം. ആ ദുഃഖത്തിൽ നിന്നായിരിക്കണം തൗബ ഉണ്ടാകേണ്ടത്. നദമ് അതിന്റെ ശർത്തിൽപ്പെട്ട. മൂന്നാമത്തേത് അൽ ഇഖ്ലാഉ അനിൽ ദുനൂബി കുല്ലിയൻ, അയാൾ ചെയ്ത തെറ്റിൽ നിന്ന് പൂർണ്ണമായും അയാൾ വിരമിക്കണം. ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് തൗബയും പറഞ്ഞുകൊണ്ടിരിക്കുക, അതില്ല. ഒരാൾ മദ്യപിച്ചു, അല്ലെങ്കിൽ ഒരാൾ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ ഒരാൾ പലിശ സ്വത്ത് വാങ്ങി, അല്ലെങ്കിൽ ഒരാൾ അതുപോലെ പറയപ്പെട്ടിരിക്കുന്ന കബായിറുകൾ അല്ലാത്തതോ ആയ കാര്യങ്ങൾ, തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് ഇപ്പോഴും ചെയ്യുന്നു, ഞാൻ തൗബയും ചെയ്യുന്നുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് പറഞ്ഞാൽ അത് ഇബ്നു റജബ് ഒരിടത്ത് വിശദീകരിച്ചതുപോലെ നിരർത്ഥകമായ അർത്ഥപൂർണമല്ലാത്ത വെറും ഒരു പരാമർശം മാത്രമായി. അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യണില്ല. തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടും മടങ്ങിപ്പോരണം, ഒഴിവാക്കി അതിനെ ഒഴിവാക്കിയിട്ട്, അതിനെ പച്ച വർദ്ധിച്ചിട്ട്, അതിനെ ഉപേക്ഷിച്ചിട്ട് അതിൽ നിന്ന് തീർത്തും പോരണം. അതുകൊണ്ട് അൽ ഇഖ്ലാഉ അനി തൗബത്തി കുല്ലിയൻ,
ദുനൂബി കുല്ലിയൻ, പാപങ്ങളിൽ നിന്ന് തീർത്തും വിരമിക്കണം. അപ്പൊ 3 ഒന്ന്. 2 الندم على ما اقترفه وارتكبه من الكبائر والفواحش وغيرها من الذنوب. അയാൾ ചെയ്തു പോയിരിക്കുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അയാൾ അങ്ങേയധികം ഖേദിക്കണം. 3-മത്തേത് ഇഖ്ലാഉ അനിൽ ദുനൂബ് കുല്ലിയൻ, പാപങ്ങളിൽ നിന്ന് തീർത്ത് ഒഴിവാക്കണം. 4-മത്തേത് صدق العزيمة على أن لا يعود إلى ما كان يقارفه من المعاصي. അയാൾ ചെയ്യാറുണ്ടായിരുന്ന പാപങ്ങളിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു പോകില്ല എന്ന ദൃഢനിശ്ചയം. പണി ചെയ്യണില്ല, ഇനി ഇതേമാതിരി ടെംപ്റ്റേഷൻ വരുന്ന ഒരു സന്ദർഭത്തിൽ അവസരം കിട്ടിയാൽ വീണ്ടും പോകും എന്നില്ല. അവസരം വന്നാൽ അദ്ദേഹം അവസരം ഒഴിവാക്കും. അതുകൊണ്ടാണല്ലോ ശരവഴ ഒരു തെറ്റ് നമ്മളോട് വിലക്കുമ്പോൾ ആ തെറ്റിലേക്ക് എത്തിക്കുന്ന സാഹചര്യങ്ങളും കൂടി വിലക്കുന്നത്. ഉദാഹരണമായിട്ട് സ്ത്രീകളുമായുള്ള അവിഹിത ബന്ധം, അതാണ് തെറ്റ്. പക്ഷേ അതിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ മുഴുവനും തെറ്റായി ഇസ്ലാം പ്രഖ്യാപിച്ചത് തിന്മയിലേക്ക് പോകുന്ന വഴി അടക്കുക എന്ന ബാബിലാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് ഒരു അന്യപുരുഷനും ഒരു അന്യ സ്ത്രീയും 2 പേര് തനിച്ചാകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ 3-മത്തെ ആളവിടെ വരും. 3-മത്തെ ആളാരാണ്? പിശാച. പിന്നെ എന്തുന്നാണ്? അതുപോലെ തന്നെ ഒരു സ്ത്രീയെ വരികയാണെങ്കിൽ ആ സ്ത്രീയെ നിങ്ങൾ ഒരിക്കലും തന്നെ നോക്കിപ്പോകരുത്. നമ്മൾ അറിയാതെ ഇങ്ങനെ നോക്കിപ്പോകുമ്പോൾ നമ്മുടെ കണ്ണിൽപ്പെടുന്ന ഒരൊറ്റ കാഴ്ചയല്ലാതെ പിന്നെ ഉദ്ദേശപൂർവ്വം ആ സ്ത്രീയിലേക്ക് പറഞ്ഞു. അതുപോലെ തന്നെ സ്ത്രീകളോടോ അവരോട് അവരുടെ സൗന്ദര്യ ഭാഗങ്ങൾ മറക്കണം എന്നും പറഞ്ഞു. അവരുടെ സൗന്ദര്യഭാഗം എന്ന് പറഞ്ഞാൽ നഗ്നത അല്ല, നഗ്നത പുരുഷന്മാരും മറക്കണം. നഗ്നതയുടെ പുറത്ത് സ്ത്രീകൾ സൗന്ദര്യം കൂടി മറക്കണം. വരായുഗദീനവും അവരുടെ സൗന്ദര്യത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം അവരുടെ മുഖത്താണ്. അതുകൊണ്ട് മുഖമറക്കല് സൗന്ദര്യമറക്കലീ പെട്ടതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടംപോലെ മുഖം തുറന്ന് നടക്കുന്ന സ്ത്രീകളുള്ള ഒരു നാട്ടില് ചെറുപ്പക്കാരായ ആളുകൾ വഴി തെറ്റുന്നതിന് അത് വഴി തുറക്കും എന്നതുകൊണ്ട് ആ വഴി അവിടെ അടച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തിറങ്ങി ആയത്തിറങ്ങിയപ്പോ ആയിഷ ബീവി പറയാണ്, വേറെ വസ്ത്രങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരെ അവരുടെ ചീന്തിയിട്ട് അവരുടെ തലയിലിട്ടിരുന്ന ശിരോവസ്ത്രം നേരെ മുഖത്തുകൂടി മാറിടത്തിലേക്ക് ഞങ്ങൾ താഴ്ത്തിയിട്ടു. ബുഖാരിയിലതാ ആ അധ്യായം വായിച്ച ആ സംശയം മുഴുവൻ തീരണ വിധത്തിൽ കോമ്പാക്ട് ആയിട്ടുള്ള അധ്യായമാണ് ഇമാം ബുഖാരി ആ വിഷയത്തിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇങ്ങനെ തെറ്റ് വിലക്കുമ്പോൾ തെറ്റിലേക്ക് എത്തിക്കുന്ന എല്ലാ വഴികളും കൂടി വിലക്കി അടച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി അതിലേക്ക് മടങ്ങില്ല എന്ന ദൃഢനിശ്ചയം അതും കൂടി വേണം. അപ്പൊ 4 അൽ ഇസ്ലാം വന്നദം വൽഇഖ്ലാഉ അനിൽ ദുനൂബി കുല്ലിയൻ സിദ്ഖുൽ അസീമ അല അൻ ലാ യഊദ ഇലാ മാ കാന യുഖാരിഫുഹു മിനൽ മആസി. അയാൾ ഇതുവരെ ചെയ്തിരുന്ന ആ തെറ്റിലേക്ക് ഇനി ഒരിക്കലും അയാൾ മടങ്ങില്ല എന്നുള്ളത്. 5-മത്തേത് അത് ഒരു മൗനമത്താണെങ്കിൽ, അന്യായമാണെങ്കിൽ, മറ്റുള്ളവരോട് ചെയ്തു പോയിട്ടുള്ള ഒരു മുൽമ് അന്യായമാണ് അയാൾ ചെയ്തിട്ടുള്ള തെറ്റെങ്കിൽ അത്തഹല്ലുൽ മിനൽ മവാലിം, അയാൾ ചെയ്തിട്ടുള്ള മളലമത്തുകളിൽ നിന്ന്, മവാലിമുകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാകണം. ഒഴിവാകാൻ പറഞ്ഞാൽ അതിന് പ്രായശ്ചിത്തം ചെയ്ത് പരിഹാരം ചെയ്ത് അത് സെറ്റിൽ ചെയ്യണം. അത് സെറ്റിൽ ചെയ്യണമെന്ന് പറയാൻ കാരണം, ഒരാൾ മറ്റൊരാളെ അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മളലുമായ ആള് വിട്ടുകൊടുക്കാതെ അല്ലാഹ് അയാൾക്കത് വിട്ടുകൊടുക്കാം. അത് അള്ളാന്റെ സൃഷ്ടികളിൽ മൊത്തം അള്ളാഹു നടപ്പിലാക്കുന്ന അവന്റെ നീതിയുടെ തുലാസിന്റെ താല്പര്യമാണ്. അവിടുന്ന് പറഞ്ഞു,
ഹുഖൂഖുകൾ, പരസ്പരമുള്ള ഇങ്ങനത്തെ അവകാശങ്ങൾ, അതിന്റെ അവകാശികൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഇത്തരം കാര്യങ്ങൾ കൊടുത്ത് തീർത്ത് സെറ്റിൽ ചെയ്യുന്നവർ. ഇല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ കൊമ്പില്ലാത്ത ഒരാടിനെ കൊമ്പുള്ള ഒരാട് കുത്തിയിട്ടുണ്ടെങ്കിൽ ആ കൊമ്പില്ലാത്ത ആടിന് കൊമ്പുള്ള ആടിൽ നിന്നും വേണ്ട നീതി അള്ളാഹ് വാങ്ങിക്കൊടുത്ത് പ്രതികാരം, അതിനുള്ള പ്രതിക്രിയ പൂർത്തീകരിച്ചിട്ടേ വിടുള്ളൂ. എന്നിട്ട് ജീവികളോടൊക്കെ അള്ളാഹ് പറയും കൂരൂത്തുറാണ്. ജന്തുരോഗത്തിൽ വരെ അള്ളാഹ് ഈ മദ്ലമത്ത് അതെടുത്തിട്ട് ആ അന്യായം പരിഹരിച്ചിട്ട് ഖിയാമത്ത് നാളിൽ കൂടും. അതുകൊണ്ട് മലാലിമുകളാണെങ്കിൽ അതിൽ നിന്ന് തഹല്ലുൽ ചെയ്യണം. മലാലിമുകൾ വരുന്നത് 3 രൂപത്തിലാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞു. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ബൈനക്കും ഹറാമുൻ കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. ഹജ്ജത്തുൽ വിദാഇലെ പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞു, ഇന്ന ദിമാഅക്കും, ഒരാള് രക്തം, അയാളുടെ ശരീരം, വഅംവാലക്കും, അയാളുടെ ധനം, വഅറാദക്കും, അതുപോലെ തന്നെ അഭിമാനം, ഈ 3 കാര്യങ്ങൾ, ബൈനക്കും ഹറാമും, നിങ്ങൾക്കിടയിൽ പരിശുദ്ധി കൽപ്പിക്കപ്പെടേണ്ട, പവിത്രത കൽപ്പിക്കപ്പെടേണ്ട, പരസ്പരം അനാദരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. തൊടാൻ പാടില്ല. ഒരാൾക്ക് മറ്റൊരാളുടെ ശരീരത്തിൽ, മറ്റൊരാളുടെ ധനത്തിൽ, മറ്റൊരാളുടെ അഭിമാനത്തിൽ തൊടാനുള്ള അവകാശമില്ല. അതിനുള്ള പവിത്രത എത്രത്തോളം നിങ്ങൾ കരുതണം? കഹുറുമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രത പോലെ, ദുൽഹിജ്ജ മാസത്തിലെ 9-ാം ദിവസത്തിന്റെ അഥവാ അറഫ ദിവസത്തിന്റെ പവിത്രത പോലെ, അതും മശ്അറിൽ വെച്ചുകൊണ്ട്, അറഫയിൽ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പുറത്തുനിന്നാണ് അത് പറയുന്നത്. ഹറമിന്റെ ഭാഗമായിട്ടുള്ള ആ ഹറമിന്റെ പവിത്രത പോലെ ഇതിന് മധുരമത്ത് ഉണ്ടെങ്കിൽ അത് അതിന്റെ ആളുകളോട്, അന്യായത്തിന് ഇരയായിട്ടുള്ള ആളോട് പരിഹാരം ചെയ്തിട്ട് വരണം. എത്രമായി? 6, 5, 2 കൂടിയുണ്ട്. ഒന്ന് അവസാനത്തേത്, ഒന്ന് എനിക്ക് വിട്ടുപോയിട്ടുണ്ട്. അത് ഇവിടെ സ്ഥലത്തിലിരിക്കുന്ന ആരെങ്കിലും ഇതിന്റെ മുമ്പ് ഞാൻ ഈ ദർശനസ്ഥാനം ഓർമ്മയിലുണ്ടെങ്കിൽ പറയാം. ഇനി ഒന്നുള്ളത് ഹുലൂലുൽ അജലാണ് എന്റെ ഇതിന്റെ ഓർമ്മയുള്ളത്. ഒന്നും കൂടി ആർക്കെങ്കിലും ദർശിയാന്ന് വാരം പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മ മയഹുന്നില്ല. അല്ല എനിക്കത് 10 തന്നാ ഞാൻ പറഞ്ഞത്, ഇല്ലെങ്കിൽ രക്ഷല്ല. 7-ാമത്തേത് പറയാം. 7-ാമത്തേത് ഹുലൂലുൽ അജൽ. അതൊരു ഹുലൂലുൽ അജൽ. അജലത്തിന്റെ മുമ്പ് വേണം തൗബ ചെയ്യാൻ. അജൽ എന്ന് പറഞ്ഞാൽ അവധി എന്നാണ്. അവധി എന്ന് പറയുന്നത് അജലുൻ ആം വ അജലുൻ ഖാസ്, 2 തരം അജൽ. ഒന്ന് എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു അജൽ. അത് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഉമ്മത്തു ദഅവത്തി മുഹമ്മദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തു ദഅവ, റസൂലുള്ള പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ഉമ്മത്ത് മൊത്തം, അതിൽ കാഫറും മുശ്രിക്കും മുസ്ലിമും എല്ലാവരും പെടുന്നവരാണ്. ഉമ്മത്തു ദഅവ, അവർക്കൊക്കെ മൊത്തത്തിൽ ബാധകമാകുന്ന ഒരവധി. ആ അവധി എത്തുന്നതിന്റെ മുമ്പായിരിക്കണം. ഇനി ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് സ്വന്തത്തോട് ബാധകമാകുന്ന ഒരു അവധിയുണ്ട്. ഏതാണ്? ആദ്യം ആമായ ഇത് പറയാം. ആമായത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൂര്യൻ കിഴക്കുദിക്കുന്നു, അത് പടിഞ്ഞാറ് നിന്ന് ഉദിക്കാൻ തുടങ്ങിയാൽ അതിന് ശേഷം അയാൾ ചെയ്ത തെറ്റുകൾക്ക് തൗബ ചെയ്താൽ ലം തകുൻ തൻഫ, ആ ആത്മാവിന് ആ തൗബ ഒരിക്കലും ഉപകരിക്കില്ല. അതിന്റെ മുമ്പ് വിശ്വസിച്ചിട്ടില്ലാത്ത ഒരാൾ പിന്നീട് വിശ്വസിച്ചാൽ ആ വിശ്വാസം അയാൾക്ക് ഉപകരിക്കില്ല. അതുവരെയും തൗബ ചെയ്യാത്ത ഒരാൾ പിന്നെ തൗബ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഇതാണ് ആ അവധി. ഖിയാമത്ത് നാളിന്റെ
അവസാനത്തെ ഒരുപാട് അശ്റാത്തുകൾ സാഅത്തിന് ഖിയാമത്ത് നാളിന് ഒരുപാട് ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലത് ബഈദ വിദൂരമായ ലക്ഷണങ്ങളാണ്, ചിലത് ഖരീബ ഖിയാമത്ത് നാളിനോട് അടുത്ത ലക്ഷണങ്ങളാണ്, ചിലത് സഗീറ ചെറിയ ലക്ഷണങ്ങളാണ്, ചിലത് കുബ്റ വലിയ ലക്ഷണങ്ങളാണ്. ഈ വലിയ ലക്ഷണങ്ങളിൽ ഖിയാമത്ത് നാളിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വലിയ ലക്ഷണങ്ങളിൽ 10 ലക്ഷണങ്ങളുണ്ട്. ആ 10 ലക്ഷണങ്ങളിൽ തന്നെ 3 ലക്ഷണങ്ങൾ എണ്ണിക്കോളൂ. ഭൂമിയിൽ നിന്ന് ഒരു ജീവി പുറത്തു വരുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഖുറൂജുൽ മസീഹ് ദജ്ജാൽ, മസീഹ് ദജ്ജാൽ പുറത്തു വരുന്ന കാര്യം പറയുന്നുണ്ട്. മൂന്നാമത്തേത് തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന ഒരവസ്ഥ പറയുന്നുണ്ട്. ഈ 3 ലക്ഷണങ്ങൾ അത് ഖിയാമത്ത് നാളിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വലിയ ലക്ഷണങ്ങളിൽപ്പെട്ട 3 എണ്ണമാണ്. 10 എണ്ണത്തിൽ 3 എണ്ണാണിത്. ഈ 3 ലക്ഷണങ്ങൾ ഏതെങ്കിലും ഒന്ന് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അതിനു മുമ്പ് വിശ്വസിക്കാത്ത ഒരാൾ ഈ ലക്ഷണം കണ്ടതിന് ശേഷം ആമന്തുമില്ല എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പോണില്ല. ആ ഈമാൻ അയാൾക്ക് ഉപകരിക്കില്ല. അതുവരെ തെറ്റും കുറ്റം ചെയ്ത് നടന്ന ഒരാൾ ഇത് കണ്ടതിന്റെ ശേഷം അത്തൂബു ഇലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് തൗബ സ്വീകരിക്കാൻ പോകുന്നില്ല. ഇതാണ് ഈ അവധി എന്ന് പറഞ്ഞാൽ മദ്റൂബുൻ അലാ കുല്ലി വാഹിദിൻ മിൻ ഉമ്മത്തി മുഹമ്മദ് ഐ മിൻ ഉമ്മത്തി ദഅവ മുസ്ലിമിഹിം വ കാഫിരിഹിം, ഉമ്മത്തു ദഅവത്തിൽപ്പെട്ട എല്ലാവർക്കും ബാധകം. ഇനി ഹാസായ ഒരദനുണ്ട്. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നു ഉമറിൽ നിന്നുള്ള റിവായത്ത് മറവാഹു ഇബ്നു മാജ ഫീ സഹീഹ് ഫീ സുനനി വസഹഹു അൽ-മുഹദ്ദിസൂൻ. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ്, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ തൗബ സ്വീകരിക്കുന്നത് അയാളുടെ റൂഹ് ഹുൽഖൂമിലെത്തിയിട്ട് ഇവിടുന്ന് ഒരു തരം കറകറ എന്ന ശബ്ദം വരുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിന്റെ മുമ്പ് തൗബ ചെയ്യാത്തിടത്തോളം അയാളുടെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല. അതിന്റെ മുമ്പാണ് തൗബ ചെയ്തതെങ്കിൽ അല്ലാഹു സ്വീകരിക്കും. ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ പിന്നീട് യുആയിനു മലക്കൽ മൗത്ത്, മലക്കുൽ മൗത്തിനെ അയാൾ കാണാം. വയറാ മഖഅദഹു ഇമ്മാ ഫിൽ ജന്നത്തി വ ഇമ്മാ ഫിന്നാർ, അയാളുടെ സ്ഥിരമായ ഇരിപ്പിടം, അയാളുടെ വാസസ്ഥലം ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ അയാൾക്കുള്ള ഇരിപ്പിടം അയാൾ കാണുകയാണ്. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഗർഗറ എന്ന് ഇവിടുന്ന് ശബ്ദം വരാൻ തുടങ്ങിയാൽ പിന്നെ വിശ്വസിക്കാത്ത ഒരാൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തൗബ ചെയ്യാത്ത ഒരാൾ തൗബ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ തൗബ അല്ലാഹു സ്വീകരിക്കില്ല. നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട്. ഫിർഔൻ ഖുർആൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള, ഖുർആനിൽ വരച്ചു കാണിച്ചു തന്നിട്ടുള്ള ഉദാഹരണമുണ്ട്. ഫിർഔൻ അവസാനം മുങ്ങി ചാകാനകൾ തുടങ്ങുമ്പോ ആമന്തു ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസ വ ഹാറൂൻ, ഞാൻ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും റബ്ബിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. ആ വിശ്വാസം ഉപകരിച്ചില്ല. കാരണം അവിടെ എത്തിയിരുന്നു ഘട്ടം. പിന്നെ ഒരു ഷർത്ത് നഷ്ടപ്പെട്ടു. അത് രണ്ടാമതായി എണ്ണുന്ന ഷർത്താണ്. നിങ്ങളിപ്പോ എഴുതിയത് 6 എഴുതും. അതിന് രണ്ടാമത്തെ ഷർത്ത് അൽ-ഇഖ്ലാസ് വൽ മുതാബഅ. അൽ-ഇഖ്ലാസ് വൽ മുതാബഅ അത് എല്ലാ ഇബാദത്തുകൾക്കുള്ള ഷർത്താണ്. ഇത് തൗബ എന്നുള്ളത് ഒരു പ്രത്യേക ഇബാദത്താണ്, സവിശേഷമായ ഇബാദത്താണ്. ഈ ഇബാദത്ത്, ഈ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അതിനെല്ലാ ഇബാദത്തും സ്വീകരിക്കാനുള്ള ഷർത്ത് പോലെ അതിനുള്ള ഷർത്താണ് അൽ-ഇഖ്ലാസ് വൽ മുതാബഅ. അപ്പൊ 7 കാര്യങ്ങൾ. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം. 7 കാര്യം. 1, മുസ്ലിമായിരിക്കണം. കുഫറിലും ശിർക്കിലും നിന്നാണ്ട് അത്തൂബു ഇലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കാൻ പോകുന്നു. 2, തൗബ ചെയ്യുന്നത് അല്ലാഹുവിന് അവന്റെ വജ്ഹിന് വേണ്ടി മാത്രം ഇഖ്ലാസ് വേണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ട് മുതാബഅത്തോട് കൂടിയായിരിക്കണം. ഇഖ്ലാസ് മുതാബഅത്ത് വേണം. 3, അയാൾക്ക് അയാൾ ചെയ്തു പോയ തെറ്റിൽ അത്യഘാതമായ ദുഃഖം ഉണ്ടായിരിക്കണം, നദമ് വേണം. 4, ഇഖ്ലാഉ അനിൽ മആസി കുല്ലിയൻ, അയാൾ തെറ്റുകളിൽ നിന്ന് തീർത്തും വിരമിക്കുക തന്നെ വേണം. 5, അയാൾക്ക് സിദ്ഖുൽ അസീമ, ഉറച്ച ദൃഢനിശ്ചയം വേണം, ഇനി ആ തെറ്റിലേക്ക് മടങ്ങിപ്പോകില്ല എന്നുള്ളത്. 6, മവാനി
മലാലിമുകൾ അത് സെറ്റിൽ ചെയ്തിട്ട് വേണം. കാരണം ഇവിടുന്ന് നമ്മളത് സെറ്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ പരലോകത്ത് നമുക്ക് സ്വർണ്ണ നാണയം കൊടുത്തും വെള്ളി നാണയം കൊടുത്തിട്ടും അത് സെറ്റിൽ ചെയ്യാൻ കഴിയില്ല. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഹസനാത്തും ചെയ്യാത്തത് കൊണ്ടാണ് അത് സെറ്റിൽ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് മലാലിമുകൾ തഹല്ലുൽ ചെയ്യാം. ഏഴാമത്തേത് തൗബക്ക് ഒരു അതിരുണ്ട്, ഒരു അറ്റമുണ്ട്. ആ അജലിന്റെ മുമ്പ് ചെയ്യണം. ആ അജല് മൊത്തത്തിലുള്ള അജല് ഞാൻ പറഞ്ഞു. ഖിയാമത്ത് നാളിന്റെ വൻ ലക്ഷണങ്ങളിൽപ്പെട്ട 3 ലക്ഷണങ്ങളായ ഖുറൂജുൽ ദാബ്ബ, ഖുറൂജുൽ മസീഹുൽ ദജ്ജാൽ വ തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ, ഈ ലക്ഷണങ്ങൾ പുറപ്പെടുന്നതിന്റെ മുമ്പ് ചെയ്തിരിക്കണം. അത് പുറപ്പെട്ടാൽ പിന്നെ ഒരാൾക്കും തൗബക്ക് അവിടെ വാതിലില്ല. ഇനി അതല്ലാതെ വ്യക്തിപരമായ അയാളുടെ അജൽ എന്ന് പറഞ്ഞാൽ റൂഹ് അയാളുടെ ഹുൽഖൂമിലെത്തി ഖററ എന്ന ശബ്ദമുണ്ടാക്കുന്ന ആ ഘട്ടത്തിലെത്തുന്നതിന് മുമ്പ് തൗബ ചെയ്തിരിക്കണം. അതിനുശേഷം തൗബ ചെയ്താൽ നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത്. ഇങ്ങനെ 7 ശബ്ദം. ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് 3 കാര്യങ്ങൾ കൂടി. ഖുർആനിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബക്ക് വേണ്ടി നമ്മളെ വിളിക്കുന്ന കുറച്ച് ഉദാഹരണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബക്ക് വേണ്ടി നമ്മൾ ക്ഷണിക്കുന്ന കുറച്ച് ഉദാഹരണങ്ങൾ. തൗബയുടെ ഷർത്ത് ഒന്നുകൂടി നമ്മൾ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് നമ്മൾ ഓർക്കുക. എന്നിട്ട് ആദ്യം വേണ്ടത് നമ്മൾ മുസ്ലിം ആയിരിക്കണം. അഹ്ലുസ് സുന്ന വൽ ജമാഅ. അവരുടെ പ്രത്യേകത, തെറ്റ് ചെയ്ത ഒരാളെ അയാൾ ഒരിക്കലും അവരെ എന്ത് ചെയ്യില്ല, അവർക്ക് ഇസ്ലാം എന്ന് പുറത്താക്കും. ഇസ്ലാമിൽ നിന്ന് പുറത്തു വേണമെങ്കിൽ ശിർക്ക് കുഫ്ർ തന്നെ വേണം. അതുകൊണ്ട് ഈ തൗബ എന്ന് പറയുന്ന ഈ ഇബാദത്ത് ആർക്കാണുള്ളത്, ഈ അവസരം ആർക്കാണുള്ളത്? അത് മുസ്ലിമായ ഒരാൾക്കാണ്. തൗബ എന്ന് പറഞ്ഞത് ലിൽഫാസത്തിൽ മിന്നി. അതുകൊണ്ട് ഇസ്ലാം അതിന്റെ ഷർത്താണ്. രണ്ടാമത്തേത്, തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രം ഇഖ്ലാസോട് കൂടി അത് ചെയ്യണം. അത് ചെയ്യുന്നതിന്റെ റസൂലുള്ള പറഞ്ഞു തന്നിട്ടുള്ള അവിടുത്തെ മാർഗം, അവിടുത്തെ നിർദ്ദേശങ്ങൾ, അവിടുത്തെ വഴി പിന്തുടർന്ന്, അല്ലാതെ നമ്മൾ തൗബന്റെ കയറ് പോലത്തെ കുറെ കയറ് കെട്ടിപ്പിടിച്ച് വലിച്ചുണ്ടാക്കിയാൽ പറ്റൂല. അതിന് റസൂലുള്ള പഠിപ്പിച്ചു തന്ന അതേ രൂപത്തിലായിരിക്കും. ഇത് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, താൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ ശരിക്കും അഗാധമായ ഖേദം അയാൾക്കുണ്ടാകണം. നാലാമത്തേത്, അതിൽ നിന്ന് പൂർണ്ണമായി അയാൾ വിരമിക്കണം. വിരമിക്കാതെ തെറ്റ് ചെയ്തുകൊണ്ട് തൗബ എന്ന് പറഞ്ഞത് അത് നിരർത്ഥകമാണ്. അഞ്ചാമത്തേത് സിദ്ഖുൽ അസീമ, ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങിപ്പോവില്ല എന്ന ദൃഢനിശ്ചയമാണ്. ആറാമത്തേത്, മവാലിമുകളാണെങ്കിൽ, ചെയ്തിട്ടുള്ള തെറ്റുകൾ മമുലമത്തുകളാണെങ്കിൽ, അന്യായമാണെങ്കിൽ അത് പരിഹാരം ചെയ്ത് അതിൽ നിന്ന് മോചിതനായിരിക്കാം. അത്തഅല്ലുലു മിനൽ മവാലിം. ഏഴാമത്തേത്, അജല് വ്യക്തിപരമാണെങ്കിൽ ഖർഖറ എന്നുള്ള ശബ്ദം ഇവിടെ നിന്ന് പുറപ്പെടാൻ റൂഹങ്ങോട്ട് എത്തുന്നതിന്റെ മുമ്പായിരിക്കണം. അല്ലെങ്കിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഖിയാമത്ത് നാളിന്റെ അശ്റാത്തിൽ കുബ്ര ആയിട്ടുള്ള അശ്റാത്തിൽ 3 പറഞ്ഞു. ഖുറൂജുൽ ദജ്ജാൽ വ ഖുറൂജുദ് ദാബ്ബ തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ. ഈ ലക്ഷണം പുറപ്പെടുന്നതിന് മുമ്പായിരിക്കണം. ഈ ലക്ഷണം പുറപ്പെട്ടിട്ട് ഒരാൾ പുതുതായി വിശ്വസിച്ചാൽ അത് അള്ളാഹു സ്വീകരിക്കാൻ പോകുന്നില്ല. ഒരാൾ തൗബ ചെയ്താൽ ആ തൗബ അള്ളാഹു സ്വീകരിക്കാൻ പോകുന്നില്ല. അപ്പൊ ആ ഘട്ടത്തിൽ എന്താണ്, അതേമാതിരിയാണ് അയാളുടെ കാര്യങ്ങൾ കണക്കാക്കപ്പെടുക, എഴുതപ്പെടുക. ഇനി മവാലിമുകൾ, മുൽമ് എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. ഒന്നാമത്തെ ദുൽമ് എന്ന് പറഞ്ഞാൽ മുഖ്രിജും മിനൽ മില്ലഹ് വ മുഖല്ലിദുൻ സാഹിബഹു ഫിന്നാർ. ആ ദുൽമ് ചെയ്ത ഒരാൾ ദീനിൽ നിന്ന് പുറത്തു പോകുന്നതും ആ അവസ്ഥയിൽ അയാൾ മരിച്ചു പോയാൽ പരലോകത്ത് അയാൾ നരകത്തിൽ ശാശ്വതമായി കഴിച്ചുകൂട്ടേണ്ടതുമായ ഒരു ദുൽമുണ്ട്. ഇതാണ് ദുൽമിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ദുൽമ്. ഞാനത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ലുഖ്മാനുൽ ഹകീം അലൈഹിസ്സലാം തന്റെ മകനോട് പറഞ്ഞിട്ടുള്ള, താക്കീത് ചെയ്തിട്ടുള്ള ആ ദുൽമാണത്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ഇന്ന ശിർക ലദുൽമുൻ. വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തിറങ്ങി, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ.
അല്ലദീന ആമനു ഈമാൻ ഉൾക്കൊണ്ടു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ അവരുടെ ഈമാനിൽ അവർ ഒരു ദുൽമും ചേർത്തതുമില്ല, കലർത്തിയതുമില്ല എങ്കിൽ അവർക്ക് പൂർണ്ണമായ അമ്നുണ്ടായിരിക്കും, അവരാണ് നിർഭയത്വമുണ്ടായിരിക്കും, അവരാണ് നേർവഴി പ്രാപിച്ചത്. ഈ ആയത്തിറങ്ങിയപ്പോ ശഖ്ഖ ദാലിക അലാ സ്വഹാബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ അനുചരന്മാരായ സ്വഹാബികൾക്ക് റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർക്കത് വല്ലാത്ത പ്രയാസമായി. അമ്ന് നഷ്ടപ്പെടും, പരലോകത്തിലും ദുനിയാവിലും അമ്നില്ല, ഹിദായത്ത് കിട്ടൂല എന്ന് പറഞ്ഞാൽ അവർ വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, അയ്യുനാലം നഫ്സഹു യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ദുൽമ ചെയ്യാത്തവർ? അപ്പൊ റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുത്തു, അത് നിങ്ങൾ വിചാരിച്ച ആമായ ദുൽമല്ല, അത് ലുഖ്മാൻ തന്റെ മകനോട് അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ള ആ ദുൽമ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് ഇന്ന ശിർക ലദുൽമുൻ അദീം. അതുകൊണ്ട് ശിർക്ക് അത് ദുൽമുൻ അദീം, അതാണ് ഒന്നാമത്തെ. അതിനുള്ള പരിഹാരം ശിർക്കും കുഫറും പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് ഈമാൻ ഉൾക്കൊണ്ട് ഷഹാദത്ത് ചൊല്ലി തിരിച്ചിങ്ങോട്ട് പോരാമെന്നതാണ്. ഫിത്രത്തിന്റെ ദീനിലേക്ക്, റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ള ദീനിലേക്ക്, അള്ളാഹുവിന്റെ ദീനുൽ ഹഖിലേക്ക് വരിക എന്നുള്ളതാണ് അതിന്റെ പരിഹാരം. രണ്ടാമത്തെ ഒരു ദുൽമുണ്ട്. രണ്ടാമത്തെ ഒരു ദുൽമ് എന്ന് പറഞ്ഞാൽ ദുൽമുൽ മശീഅ, മശീഅത്തിന്റെ ദുൽമാണ്. ആ ദുൽമ് അള്ളാഹുവിന്റെ മശീഅത്തിലാണ്. അവൻ ഉദ്ദേശിച്ചാൽ അവനത് പുറത്തു കൊടുക്കും, അവൻ ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കാതെ അതിന് ശിക്ഷ അനുഭവിപ്പിച്ചു എന്നും വരും. അള്ളാഹുവിന്റെ ഹഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഉംറ, ഇങ്ങനെ തുടങ്ങി കുറേ അധികം കാര്യങ്ങൾ, ഇബാദാത്തുകളിൽപ്പെട്ട വലിയൊരു വിഭാഗം അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇബാദാത്തുകൾ. ഇത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള ഹുഖൂഖുകളാണ്. ആ ഹുഖൂഖുകളിൽ ഒരാൾ വീഴ്ച വരുത്തിയിട്ടുണ്ട് എങ്കിൽ അതിനുള്ള പരിഹാരം തൗബ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഷർത്തൊട്ടിട്ടുള്ള തൗബ ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. ആ തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകാര്യയോഗ്യമായ ഷർത്തൊത്തിരിക്കുന്ന പൂർത്തീകരിച്ചിരിക്കുന്ന തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. അവർക്ക് രണ്ട് പ്രതിഫലമാണ് കൊടുക്കുന്നത്. ഒന്ന്, അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കുമെന്നുള്ള മഗ്ഫിറ. രണ്ട്, തബ്ദീലു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകൾ മാറ്റിയിട്ട് നന്മകളാക്കി കൊടുക്കുമെന്നുള്ളതുമാണ്. ഇതിനേക്കാൾ വലിയ ഒരു അവസരം വേറെ വരാനില്ല. അതിന് അതാണ് കാരണം. അള്ളാന്റെ ഹുഖൂഖുകൾ, അള്ളാനോട് നമ്മൾ ചെയ്തു തീർക്കേണ്ട ഹുഖൂഖുകൾ മബ്നിയത്തുൻ അലൽ അഫ്വി വത്തസാമുഹ് എന്നാണ് ഉലമാക്കൾ വിശദീകരിച്ചു തരിക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അഫ്വ് ചെയ്തു തരാനും വിട്ടുവീഴ്ച ചെയ്തു തരാനും ധാരാളം ചാൻസ് ഉള്ളതാണ്. എന്തെങ്കിലും 8-10 കാരണങ്ങൾ നമ്മുടെ മുന്നിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു കാരണം നമ്മൾ ചെയ്താൽ അതിന്റെ പേരിൽ നമ്മളെ നരകത്തിലാടാതെ എങ്ങനെയെങ്കിലും അത് പുറത്തു തരാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികം ചെയ്യാൻ. എത്രത്തോളം ചോദിച്ചാൽ 10ാമത്തെ ഒരു കാരണം പറഞ്ഞത് നമ്മുടെ ഭാഗത്തു നിന്നോ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നോ ഒന്നുമില്ലാതെ അല്ലാഹ് വേറെ ഒരു കാരണമില്ലാതെ മഹ്ളായ അവന്റെ ഫദ്ല് കൊണ്ട്, അവന്റെ തനിച്ച ഔദാര്യം കൊണ്ട് ഞാൻ നിനക്ക് പുറത്തു തന്നു എന്ന് വരെ പറയുന്ന പാദങ്ങളുണ്ടാകും. അപ്പൊ അല്ലാഹ് ഉദ്ദേശിച്ചാൽ അങ്ങനെ പുറത്തു തരും. പക്ഷെ അത് നമുക്ക് പുറത്തു കിട്ടാൻ നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യം ഷർത്തൊത്ത തൗബയാണ്. ഷർത്തൊത്ത് തൗബ ചെയ്താൽ അല്ലാഹ് അത് സ്വീകരിക്കും. അത് അള്ളാന്റെ വാഗ്ദാനമാണ്. വാഗ്ദാനത്തെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്ത് വൽ ജമാഅ വിശ്വസിക്കുന്നത് വാഗ്ദാനം അല്ലാഹ് ലംഘിക്കൂല. ലാ യുഖ്ലിഫുല്ലാഹു അൽ മിആദ്, അല്ലാഹ് ഒരിക്കലും അവന്റെ വാഗ്ദാനം ലംഘിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ടാകും, എന്നാൽ വഈദുകൾ എല്ലാം അവൻ നടപ്പിലാക്കൂല എന്നാണ്. വഈദുകൾ ചിലത് വയഅഫു അൻ കസീർ, ഒരുപാട് കാര്യങ്ങൾ അല്ലാഹ് താക്കീത് നൽകിയ കാര്യങ്ങൾ അല്ലാഹ് പല കാരണങ്ങളാലും ചിലപ്പോൾ മഹ്ലായ ഫദ്ല് കൊണ്ട് തന്നെയും ചിലപ്പോൾ അഫ്വ് ചെയ്തു കൊടുക്കും, തസാമുഹ് ചെയ്തു കൊടുക്കും. അതുകൊണ്ട് തന്നെ ഈ തരം ദുൽമുകൾക്ക് അതെന്തെന്നാ പറയുന്നത്? അത് ദുൽമുൽ മശീഅ, മശീഅത്തിന്റെ ദുൽമ് എന്നാണ് പറയാ. അള്ളാന്റെ മശീഅത്തിലാണ്. അവൻ ഉദ്ദേശിച്ചാൽ ശിക്ഷിക്കാം, അവൻ ഉദ്ദേശിച്ചാൽ വിട്ടുകൊടുക്കാം. അവന്റെ ഹുഖൂഖാണ്. അള്ളാന്റെ ഹുഖൂഖ് എന്ന് പറഞ്ഞാൽ മബ്നിയത്തുൻ അലൽ അഫ്വി വത്തസാമുഹ് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ദുൽമുണ്ട്, അതാണ് നമ്മുടെ ചർച്ച. അത് ദുൽമ് എന്ന് പറയുന്നത്
അത് ആദമികളുടെ മറ്റുള്ളവരുടെ അവകാശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഹുഖൂഖുൽ ആഖരീൻ മറ്റുള്ളവരുടെ അവകാശത്തെ ബാധിക്കുന്ന അന്യായമാണ്. അവരെ ബാധിക്കുന്ന അന്യായങ്ങൾ അവരുടെ ശരീരത്തിലാകാം, അവരുടെ ധനത്തിലാകാം, അവരുടെ അഭിമാനത്തിലാകാം. ഈ കാര്യത്തിന്റെ അസ്വല് ഹുഖൂഖുൽ ആഖരീൻ അല്ലെങ്കിൽ ഹുഖൂഖുൽ ആദമിയീൻ മനുഷ്യരോട് ചെയ്തിട്ടുള്ള ഇത്തരം അന്യായമുണ്ടല്ലോ, ആ അന്യായത്തിൻ്റെത് മബ്നിയത്തുൻ അലൽ ഖവദ്, അത് ഖവദിന്മേലും വമാനിന്മേലും ഖിസാസിന്മേലും ആണ്. അത് അതിന്റെ അടിത്തറ അതാണ്. അത് എന്താണോ പ്രതിക്രിയ, ആ പ്രതിക്രിയ ചെയ്തിരിക്കണം. എന്താണോ പ്രായശ്ചിത്തം, ആ പ്രായശ്ചിത്തം ചെയ്തിരിക്കണം. എന്താണോ അതിന് അയാൾ ജാമ്യം കൊടുക്കേണ്ടിയിരുന്നത്, ആ ജാമ്യം അത് വാറണ്ടി കൊടുത്തിരിക്കണം. അവകാശങ്ങൾ കൊടുത്തു തീർത്ത് തഹല്ലുലായിട്ട് പോന്നിട്ടില്ലെങ്കിൽ അല്ലാഹു അത് വിട്ടുതരും. അത് പിന്നെ അവിടെ വെക്കുമ്പോൾ വലൈസ സമ്മത ദീനാറുൻ വലാ ദിർഹം, അവിടെ ഇത്തരം അവകാശങ്ങൾ നിങ്ങൾക്ക് തീർക്കാൻ ദീനാറും കയ്യിലുണ്ടാവില്ല, ദിർഹമും ഉണ്ടാവില്ല, സ്വർണ്ണം ഉണ്ടാവില്ല, വെള്ളി ഉണ്ടാവില്ല. വഇന്നമാ ഹിയൽ ഹസനാതു വസ്സയ്യിആത്ത്, അവിടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് ഇത് കണക്ക് പറയേണ്ടത് നിങ്ങൾ ചെയ്ത നന്മകളും നിങ്ങൾ ചെയ്ത തിന്മകളും വെച്ചിട്ടാണ്. നിങ്ങൾ ചെയ്ത നന്മകൾ വേറൊരാൾക്ക് ഇങ്ങനത്തെ അവന്റെ ശരീരത്തെ നിങ്ങൾ കയ്യേറി, അവന്റെ സ്വത്ത് നിങ്ങൾ കയ്യേറി, അവന്റെ അഭിമാനത്തെ നിങ്ങൾ പിച്ചിച്ചീന്തി, അങ്ങനെ അവനോട് നിങ്ങൾ ദുൽമ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത, നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത നോമ്പ് അത് ഓരോ കൊടുക്കേണ്ടി വരും. നമ്മൾ കഷ്ടപ്പെട്ട് നിസ്കരിച്ച ഖിയാമുൽ ലൈൽ അവനങ്ങ് എടുത്തു കൊടുക്കേണ്ടി വരും. നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത മറ്റു പുണ്യകർമ്മങ്ങൾ അവനങ്ങ് എടുത്തു കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്തു തീർന്നാൽ, അല്ലെങ്കിൽ കൊടുക്കാൻ നമ്മുടെ ക്രെഡിറ്റിൽ ഇല്ലെങ്കിൽ, അവൻ ചെയ്തിട്ടുള്ള, അവരെന്നോ നടത്തിയിട്ടുള്ള ഒരു വ്യഭിചാരം, അല്ലെങ്കിൽ അവൻ വാങ്ങിയിട്ടുള്ള പലിശ, അല്ലെങ്കിൽ അവൻ ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും തെറ്റുകൾ, ഈ തെറ്റുകൾ അവൻ ചെയ്ത തെറ്റ് നമ്മുടെ തലയിലേക്ക് ഇങ്ങോട്ടെടുത്തു വെച്ചിട്ട് അതിന്റെ കണക്ക് നമ്മൾ തീർക്കേണ്ടി വരും. അത് നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വല്ലാത്ത ഒരു സങ്കടകരമായ അവസ്ഥയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, ആരാണ് മുഫ്ലിസ്? മൻ ലാ ദിർഹമ ലഹു വലാ മതാ, ഒരു ചില്ലിക്കാശോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് വസ്തുക്കളോ കയ്യിലില്ലാത്തവനാണ് ഞങ്ങൾ തുരഞ്ഞ് പാപ്പറായവെന്ന് പറയാം. റസൂലുള്ളാഹി പറഞ്ഞു, അല്ല, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ വരുന്ന ഒരു മനുഷ്യനാണ്, ഒരു തരക്കാരായ ആളുകളാണ്. അവര് ഒരുപാട് നിസ്കാരം, നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ വറബഹാദ വശത്തമഹാദ വസ്താബഹാദ, ഇവരെ അടിച്ചു, അവനെ ചീത്ത പറഞ്ഞു, അവനെ ദീപത്ത് പറഞ്ഞു, അവനെ അഭിമാനത്തിൽ കൈവച്ചു, അവന്റെ സ്വത്ത് കവർന്നു. ഇങ്ങനെ ഓരോരുത്തരും അവർക്കുള്ള അവകാശങ്ങളുമായിട്ട് വന്നു. അവസാനം അവൻ ചെയ്തു വെച്ച നന്മകളൊക്കെ അവർക്ക് കൊടുക്കേണ്ടതിന് കൊടുത്തു. എന്നിട്ട് പിന്നെ അവൻ ചെയ്ത തിന്മ, ഇത്തരം മലാലിമുകൾ തീരുന്നില്ല. അപ്പൊ അവരുടെ തെറ്റുകൾ എടുത്തിട്ട് ഇവനെ വഹിപ്പിച്ചു. എന്നിട്ട് ഇവൻ നരകത്തിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ നരകത്തിൽ പോകേണ്ടി വരുന്നവനാണ് അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ പാപ്പരായിട്ടുള്ള ആള് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ഇത് നമ്മൾ വളരെ സൂക്ഷിക്കണം. മവാലിമുകൾ ഉണ്ടെങ്കിൽ, ശരീരത്തിൽ ചെയ്ത മദ്ലമത്താണെങ്കിൽ അയാളെ നേരിട്ട് കണ്ടിട്ട് യുമക്കിനുഹു മിൻ നഫ്സിഹി, ആ ചെയ്തതിന് പകരം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്നൊടുക്കണം. എന്നിട്ട് അയാൾ പകരം ചെയ്യുകയോ എന്നാൽ അത് തീർന്നു. അല്ലെങ്കിൽ പകരം ചെയ്യാതെ ഞാനത് സുഹൃത്തെ, സഹോദര, താങ്കൾക്ക് വേണ്ടി ഞാനത് വിട്ടുവീഴ്ച ചെയ്ത് തന്നിരിക്കുന്നു എന്ന് പൊരുത്തപ്പെടുകയെങ്കിലും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരാളെങ്ങനെ അന്ന് കുത്തിയ സമയത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് എന്ത് ചെയ്തിരുന്നു? തൊപ്പിന് ശരിയാക്കുന്ന സമയത്ത്, യുദ്ധത്തിന്റെ അടി ശരിയാക്കുന്നു, അയാളോട് മദ്ലമത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശരീരം തംകീൻ ചെയ്തു കൊടുത്തിട്ടുള്ളത് ഹദീസിലുണ്ട്. അവിടുന്ന് മരിച്ചു പോകുന്നതിന് മുമ്പ് ആരോട് എന്തെല്ലാം ഈ ഇനത്തിൽപ്പെട്ട സ്വത്തിലോ ശരീരത്തിലോ അഭിമാനത്തിലോ ഒരന്യായം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിൽ നിന്ന് നിങ്ങൾ പകരം വാങ്ങിക്കൊള്ളണം, ഇപ്പെടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയും അതിൽ നിന്ന് തഹല്ലുലാവുകയും ചെയ്ത സംഭവം ഹദീസുകളിലുണ്ട്. ശരീരമാണെങ്കിൽ നമ്മുടെ ശരീരം അയാൾക്ക് പ്രതിക്രിയക്ക് വേണ്ടി ഒരുക്കി വഴക്കി കൊടുക്കണം. പ്രതിക്രിയ എടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടു. പ്രതിക്രിയ എടുത്തിട്ടില്ലെങ്കിൽ നന്ന ചുരുങ്ങിയത് അയാൾ പൊരുത്തപ്പെട്ട് തരികയെങ്കിലും വേണം. ഇനി സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ആ സമ്പത്ത് അത്രയും നമ്മൾ അയാൾക്ക് തിരിച്ചു കൊടുക്കണം. അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത എന്തെങ്കിലും സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ, ആൾ മരണപ്പെട്ടുപോയി, അല്ലെങ്കിൽ ആളെ നമുക്ക് പിന്നെ അറിയില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത്രയും സംഖ്യ അയാൾക്ക് വേണ്ടി നമ്മൾ സ്വതക്ക ചെയ്യണം. അതുപോലെ തന്നെ ഇളവാണെങ്കിൽ, ഇനി ഒരാളുടെ അഭിമാനത്തിലാണ് നമ്മൾ മദ്ലമത്ത് നടത്തിയിട്ടുള്ളതെങ്കിൽ
അയാളോട് ആ കാര്യം പറഞ്ഞ് അയാളോട് അഫ്വ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെടണം. അയാളോട് വിട്ടുവീഴ്ച ചെയ്യാൻ, ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടണം. അയാൾ ക്ഷമിക്കണം. എന്നിട്ട് മാത്രമല്ല, ആ ക്ഷമിച്ചതിന് പുറമെ അയാളെ കുറിച്ച് എവിടെയാണോ നമ്മൾ തെറ്റായി അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന, പോർലേൽക്കുന്ന പരാമർശങ്ങൾ, വാക്കുകൾ നടത്തിയിട്ടുള്ളത്, അവിടെ അത് തിരിച്ചു പറയുകയും അയാളെ കുറിച്ചുള്ള ഹത്ത്, ശരിയായിട്ടുള്ള കാര്യം നമ്മൾ അവിടെ തിരിച്ചു പറയുകയും ചെയ്യണം. ഇതിന് നമുക്ക് ഒരു സാഹചര്യം കിട്ടിയിട്ടില്ലെങ്കിൽ നന്ന ചുരുങ്ങിയത് നമ്മൾ ചെയ്തിടത്ത് വെച്ചിട്ട് ആ കാര്യങ്ങൾ തിരിച്ചു പറയെങ്കിലും. ഒരാളോട് നമ്മൾ ദൈവത്ത് പറഞ്ഞത് വെറുതലാണെങ്കിൽ അയാളോട് പൊരുത്തപ്പെടിക്കണം, അത് നമ്മൾ തിരിച്ചു പറയണം. ഇങ്ങനെ ഇല്ലാതെ പോയാൽ ഖിയാമത്ത് നാളിൽ വരുന്ന നമ്മുടെ അവസ്ഥ മുഫ്ലിസായി തീരും. നമ്മൾ ചെയ്ത നന്മകളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണം, മറ്റുള്ളവർ ചെയ്ത തെറ്റുകളൊക്കെ നമ്മൾ വഹിച്ചിട്ട് നമ്മൾ നരകത്തിനും പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ മദ്ലമത്തിൽ നിന്ന് തഹല്ലുലാകാതെ തൗബ ചെയ്താൽ തൗബ സ്വീകരിക്കുമെന്ന് ഒരാളും പ്രതീക്ഷിക്കണ്ട. നമ്മൾ ചെയ്ത തെറ്റ് അന്യരോട് ചെയ്ത ഒരു അന്യായമാണെങ്കിൽ അന്യായത്തിന് പ്രായശ്ചിത്തം ചെയ്ത് തഹല്ലുലായി എങ്കിൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ. ഇത് പ്രത്യേകം അള്ളാഹിനോടുള്ള ഹുക്കൂക്കിലാണെങ്കിൽ അതിന് പ്രശ്നമില്ല. അതിന് പ്രായശ്ചിത്തം പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ ആ പ്രായശ്ചിത്തം ചെയ്തിരിക്കണം. പ്രായശ്ചിത്തമില്ലാത്തതാണെങ്കിൽ ഈ തൗബ ഇസ്തിഗ്ഫാർ വേറെ മതി. പക്ഷെ അന്യരോടുള്ളതാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗബ സ്വീകരിക്കണമെങ്കിൽ അന്യായം ഇവിടെ നിന്ന് തന്നെ പരിഹരിച്ചു പോകണം. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് എന്റെ സഹോദരന്മാർ, ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈമാനിന് ഒരു മാധുര്യമുണ്ട്, ഒരു രുചിയുണ്ട്. ഈമാനിന്റെ രുചി എന്താണ് എന്ന് ആലോചിച്ചിട്ട് ഇതുവരെ കിട്ടാത്ത ആളുകളാണ് പലരും. ഈമാനിന്റെ രുചി എന്താ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഈമാനിന്റെ രുചി എപ്പോഴാ കിട്ടുക എന്ന് പറയും. ഈമാനിന്റെ രുചി കിട്ടണമെങ്കിൽ പരസ്പരം മുഅ്മിനീങ്ങൾ തമ്മിലുള്ള എല്ലാ പകകളും അങ്ങോട്ട് മാറിയിട്ട് പരസ്പരം സ്നേഹിക്കണം. ഔസഖു ഉറൽ ഇസ്ലാം ഔസഖു ഉറൽ ഈമാൻ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. ഈമാനിന്റെ കയറിൽ ഏറ്റവും ഉറപ്പുള്ള കയറ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹമാണ്, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള കോപമാണ്. അയാൾ ഒരു മുഅ്മിനാണ്, മുവഹ്ഹിദാണ് എന്നതിന്റെ പേരിൽ മാത്രം അയാളെ ഏറ്റവും അധികം നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. അങ്ങനെ സ്നേഹിക്കുകയാണെങ്കിൽ അതാണ് ഔസഖു ഉറൽ ഈമാൻ, ദാഖത്തുൽ ഈമാൻ. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, ആ സ്നേഹം ഒരാൾക്ക് വന്നാൽ തീർത്തും മനസ്സിൽ ഒരു മുസ്ലിമിനോട് ഒരു തെല്ലുമില്ലാതെ മനസ്സ് ക്ലീനാക്കി പിന്നെ ഈ സ്നേഹം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ ഹദീസിന്റെ പുറമെ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരാൾ ഈമാനിന്റെ ആ മധുരം എന്താണ്, രുചി എന്താണുള്ളത് കാണും. ഒരാൾ അയാൾ സ്നേഹിക്കുന്നു, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നു. പക മനസ്സിലില്ലാതല്ല, എല്ലാ അന്യായവും തീർത്ത് ഒരു പകയുമില്ലാതെ അല്ലാഹുവിന് വേണ്ടി അത് കളങ്കമില്ലാതെ സ്നേഹിച്ചാൽ ഈമാനിന്റെ മധുരം അപ്പ നിങ്ങളുടെ വായിൽ കൊണ്ടു. അതാണ് فتحللوا من المظالم يا إخوان وأقول ما تسمعون وأستغفر الله العظيم لي ولكم واستغفروه إنه هو البر الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب